ക്രിസ്തീയ ജീവിതം ഒരു ജയകരമായ ജീവിതമാണ്. സ്വന്തം ചങ്കെ കൈവച്ച് പറഞ്ഞ ക്രിസ്തീയ ജീവിതം ഒരു ജയകരമായ ജീവിതമാണ്. ചില ചെങ്കടലുകൾ കണ്ടെന്നിരിക്കും, ചില എരിഹോ കോട്ടകൾ കണ്ടെന്നിരിക്കും. പക്ഷെ അതിൻ്റെ എല്ലാം അപ്പുറം കടക്കാനായിട്ടുള്ള ഒരു ദൈവിക കൃപ നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആമേൻ. പരാജയപ്പെടാൻ വിളിച്ചവരല്ല നിങ്ങൾ. ഒന്ന് സ്വന്തം ചങ്കെ കൈവച്ച് പറഞ്ഞ, പരാജയപ്പെടാൻ വിളിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. യേശുവാണോ നിങ്ങളുടെ കർത്താവ്? യേശുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവകൃപയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. പിശാച് ഒരു 100 കാര്യം നിങ്ങളോട് പറയുമായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ പറയുമായിരിക്കും, നിങ്ങളുടെ സാഹചര്യങ്ങൾ കാണിച്ചു പറയുമായിരിക്കും. പക്ഷെ അതൊന്നും സത്യമല്ല. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആമേൻ. പറ, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എന്നെ അവൻ അന്ത്യത്തോളം നടത്തും. 1-2 പ്രാവശ്യം ഒന്ന് വിളിച്ചു പറഞ്ഞു, എന്നെ വിളിച്ച എന്റെ അപ്പൻ വിശ്വസ്തനാണ്, അവൻ എന്നെ അന്ത്യത്തോളം നടത്തും. ആമേൻ. എനിക്കറിയാം, ഇന്ന് ഇത് കേൾക്കുന്ന പലരും അത് പറയാനുള്ള ഒരു കെൽപ്പിലല്ല നിൽക്കുന്നെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാ ഒരു അഭിഷേകത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തിയുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആ വ്യക്തി സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നും എന്നോടായി സംസാരിക്കുന്നേ. പലരും മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് പറയാറുണ്ട്, ഞാൻ എന്താണോ ചോദിച്ചോണ്ട് വന്നേ അതിനുള്ള മറുപടിയായി ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അഭിഷേകത്തിന് നിന്നെ ഉള്ളതുപോലെ അറിയാം. അഭിഷേകത്തിന് നീ എന്താ കടന്നു പോകുന്നതെന്നറിയാം. അഭിഷേകത്തിന് നീ മറച്ചു വെച്ചിരിക്കുന്നതിനെ അറിയാം. അഭിഷേകം നിന്നിൽ ആർക്കും കാണാൻ സാധിക്കുന്നതിനെ അഭിഷേകത്തിന് കാണാം. അതുകൊണ്ടാണ് ദൈവവചനം പുറപ്പെട്ടു വരുമ്പോൾ അത് നിന്റെ സാഹചര്യത്തോട് സംസാരിക്കും. ഇന്ന് പകലും ഞാൻ പറയാം, ദൈവവചനം നിന്നെ സന്ദർശിക്കുന്ന പകലായിരിക്കും. ഇന്ന് പകൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് നിന്നെ സന്ദർശിക്കുന്ന ഒരു പകലായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ വലിയൊരു ആഗ്രഹമാണ് നമുക്ക് ദൈവശബ്ദം കേൾക്കണമെന്ന്. ചില പ്രതിസന്ധികളിൽ ദൈവം സംസാരിക്കും, ദൈവം ഇടപെടും. ചില പ്രതിസന്ധികളിൽ ദൈവം ഇടപെടത്തില്ല. അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന പലരും ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവവചനമാണ്. അങ്ങനെ പ്രതിസന്ധികളിൽ പലരുടെയും ആഗ്രഹം ദൈവശബ്ദം കേൾക്കണം, പക്ഷെ ദൈവശബ്ദം കേൾക്കുന്നില്ല. എനിക്ക് ആരെങ്കിലും ഒരു വാക്ക് പറയുമെന്നോ ആരും പറയുന്നില്ല. ബൈബിള് വായിച്ചിട്ടും എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഒരു തരി ഒരു പ്രത്യാശയുടെ കിരണം കാണണമെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറയാം. ചില സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് പറയും, നീ മിണ്ടാതെ ഇരുന്നാൽ മതി, ഞാൻ പ്രവർത്തിക്കും. നീ മിണ്ടാതെ ഇരുന്ന് ഞാൻ തന്നെ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളും. പക്ഷെ ചില സാഹചര്യങ്ങളിൽ there are certain situations in our lives, ഒരു പ്രതിസന്ധി വന്നിരിക്കുക, ഒരു പ്രതികൂലം വന്നിരിക്കുക, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽ നിങ്ങളോടൊരു രഹസ്യം പറയാം. ദൈവ ശബ്ദം കേൾക്കാതെ ഇരിക്കുന്ന സമയത്തിൽ നിന്റെ ശബ്ദം കേൾക്കാൻ സ്വർഗം ആഗ്രഹിക്കുക. ഇന്ന് പകൽ നിന്റെ ആ സാഹചര്യത്തിൽ, നിന്റെ ആ പ്രതികൂലത്തിൽ, നിന്റെ ആ പ്രശ്നത്തിൽ, നീ അനുഭവിക്കുന്ന ആ വേദനയിൽ ഒരുപക്ഷെ ദൈവശബ്ദം മുഴങ്ങുന്നില്ലായിരിക്കും. പക്ഷെ ഇന്ന് പകൽ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ശബ്ദം കേൾക്കാൻ സ്വർഗം ആഗ്രഹിക്കുക. അപ്പൻ ആഗ്രഹിക്കുക നിന്റെ ശബ്ദം ആ പ്രതിസന്ധിയുടെ ഇടയ്ക്ക്, ആ പ്രതികൂലത്തിന്റെ ഇടയ്ക്ക്, ആ പ്രശ്നത്തിന്റെ ഇടയ്ക്ക്, ആ എരിഹോ കോട്ടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ആ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, നിന്നെ പ്രയാസപ്പെടുത്തുന്ന ആ പ്രശ്നത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീ എന്ത് സംസാരിക്കും എന്നുള്ളതാണ് സ്വർഗം മുഴുവനും നോക്കി പാർക്കുന്നത്. ഇന്ന് പകൽ ഞാൻ പറയാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം അല്ല വിടുതൽ അയക്കുന്നത്, നിന്റെ വായിലെ വാക്കുകൾ നിന്നെ വിടുവിക്കും.
നിന്റെ വായിലെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിന്റെ വായിൽ നീ എന്ത് പറയുന്നോ ആ രീതിയിൽ ദൈവം നിന്നെ വിടുവിക്കും. ദൈവം പറയുന്ന രീതിയിലല്ല, ഞാൻ വീണ്ടും പറയട്ടെ, നീ പറയുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും. ദൈവം ചിലപ്പം സംസാരിക്കും, ഇങ്ങനെ ഞാൻ ചെയ്യുമെന്ന്. പക്ഷെ ദൈവ ശബ്ദം കേൾക്കാത്ത ഒരു പ്രശ്നത്തിൽ കൂടെ നീ പോകുന്നുണ്ടോ? ദൈവ ശബ്ദം കേൾക്കാത്ത ഒരു ഇരുട്ടിൽ കൂടെ നീ പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിന്നോടുള്ള ദൂത, നീ പറയുന്നത് പോലെ സ്വർഗം പ്രവർത്തിക്കും. നീ പറയുന്നത് പോലെ ദൈവം പ്രവർത്തിക്കും. നീ പറയുന്നത് പോലെ നിന്റെ അപ്പൻ ചലിക്കും. നീ നിന്റെ വാക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ സ്വർഗം പ്രവർത്തിക്കും. ആമേൻ. കൈ കൊടുത്ത് പറ, നിന്റെ വായിലാണ് അത്ഭുതം ഇരിക്കുന്നത്. കൈ കൊടുത്ത് പറ, നിന്റെ വായിലാണ് അത്ഭുതം ഇരിക്കുന്നത്. ആമേൻ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ കാര്യം, പിശാചിന്റെ ഒരു വലിയ അടവാണ്. ഒരിക്കലും കാണാത്ത ഒരു പുതിയ ടൈപ്പ് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ നമ്മൾ പാനിക്കാവും. നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതുപോലത്തെ ഒരു പ്രശ്നം മുന്നേ കൈകാര്യം ചെയ്തിട്ടില്ല, ഇതുപോലത്തെ ഒരു പ്രശ്നം മുന്നേ വന്നിട്ടില്ല. പുതിയൊരു ടൈപ്പ് പ്രശ്നം കാണുമ്പോൾ ദൈവമക്കൾ പലപ്പോഴും പേടിക്കും. അതാണ് പിശാചിന്റെ ആഗ്രഹം. എന്നാൽ ഇന്ന് പകൽ ദൈവദാസനായി ഞാൻ നിങ്ങളോട് പറയാം, പിശാച് എന്തെല്ലാം പുതിയ ടൈപ്പ് പ്രശ്നം ഇറക്കിയാലും അതിന്റെ എല്ലാം പരിഹാരം കാൽവറി ക്രൂശിൽ അവൻ കണ്ടു കഴിഞ്ഞു. അതിന്റെ എല്ലാം വില അവൻ കാൽവറി ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു. നിന്നെ മുക്കാനുള്ള ഒരു വെള്ളവും പിശാചിന്റെ കയ്യിൽ ഇല്ല. നിന്നെ മുക്കാനുള്ള ഒരു പ്രശ്നവും അവന്റെ കയ്യിലില്ല. കൈയെടുത്ത് പറ, നിന്നെ മുക്കാനുള്ള വെള്ളം പിശാചിന്റെ കയ്യിലില്ല. നിന്നെ അവന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ പല സമയങ്ങളിലും ആ പ്രതികൂലം വരുമ്പോൾ, ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വാക്കുകളിൽ കൂടെയാണ് നമ്മൾ സാഹചര്യത്തെ നിയന്ത്രിക്കേണ്ടത്. പല പ്രശ്നങ്ങളും അതിന്റെ ശരിക്കുള്ള ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ ആത്മമണ്ഡലത്തിൽ അത് വാക്കുകളിലാണ് നിൽക്കുന്നത്. ആമേൻ. ദൈവം ലോകത്തെ വാക്കുകൾ കൊണ്ടാ ചലിപ്പിച്ച്. കൈ കൊടുത്ത് പറ, ദൈവം ലോകത്തെ തന്റെ വാക്കുകൾ കൊണ്ടാ ചലിപ്പിച്ചത്. കൈ കൊടുത്ത് പറ, ദൈവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ലോകത്തെ നിന്റെ വാക്കുകൾ കൊണ്ട് ചലിപ്പിക്കാം. പറ പറ പറ, ദൈവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ലോകത്തെ നിന്റെ വാക്കുകൾ കൊണ്ട് ചലിപ്പിക്കാം. സ്വന്തം ചങ്കെ കൈ വെച്ച് പറ, എന്റെ വാക്ക് പിശാചിന് ഞാൻ കൊടുക്കത്തില്ല. പറഞ്ഞ, എന്റെ വാക്ക്, പറ 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 പറ, എന്റെ വാക്ക് ഞാൻ പിശാചിന് കൊടുക്കത്തില്ല. പിശാച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വാക്ക് കിട്ടാനായിട്ടാ, നിങ്ങളുടെ ഒരു വാക്ക് വീണ് കിട്ടാനായിട്ടാ. അതുകൊണ്ടാണ് നമ്മള് മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമെങ്കിൽ അവിടെ യേശു പറയുന്ന ഒരു കാര്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അവിടെ ആകുലതപ്പെടുന്നതിനെ കുറിച്ച്, ഭാരപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഭാരപ്പെടുന്ന എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കും. അവിടെ മലയാളം ബൈബിളിൽ ഒരു വാക്ക് കംപ്ലീറ്റ്ലി വിട്ടുപോയിട്ടുണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ അത് ഇങ്ങനെയാ പറയുന്നത്. ഇംഗ്ലീഷിലൊന്ന് വായിക്കാവോ? മാത്യു 6:31 ഒന്ന് വായിക്കാവോ? മത്തായി 6-ന്റെ 31-ാമത്തെ വാക്യം. Do not worry then saying. Do not worry then saying. ആ saying എന്നുള്ള വാക്കിനാണ് പ്രസക്തി. നാളെ എന്ത് തിന്നും, നാളെ എന്ത് കുടിക്കും, നാളെ എങ്ങനെ ജീവിക്കും എന്ന് നിങ്ങൾ പറഞ്ഞ് വിചാരപ്പെടരുതെന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിചാരപ്പെടുന്നതിന് ശക്തി എപ്പോഴാ കൂടുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ വാ കൊണ്ട് അത് പറയാൻ തുടങ്ങുമ്പോഴാ അതിന് ശക്തി കൂടുന്നത്. ഓ, എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല. ശരിയാ, അവിടെ പ്രശ്നമുണ്ട്. പക്ഷേ യേശു പറയാ, ഇംഗ്ലീഷിൽ ഒന്നുകൂടെ വായിച്ചത്, do not worry then saying. അങ്ങനെ പറഞ്ഞ്, ഞാൻ എന്ത് തിന്നും, ഞാൻ എന്ത് കുടിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും, പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും, പിള്ളേരെ എങ്ങനെ കെട്ടിക്കും, ഇങ്ങനെ പറയുമ്പോൾ വചനം പറയാ, നീ പറയുമ്പോഴാണ് ഭാരപ്പെടുന്നത്.
നീ പറയുന്ന വാക്ക് നിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുക. നീ പറയുന്ന വാക്ക് നിന്റെ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുക. അവിടെ ഒരു പ്രശ്നമുണ്ടോ? ഉണ്ട്. അവിടെ ഒരു പ്രതികൂലം ഉണ്ടോ? ഉണ്ട്. അവിടെ ഒരു പ്രയാസം ഉണ്ടോ? ഉണ്ട്. പക്ഷെ നിന്റെ വാ കൊണ്ട് അത് പറയരുത്. കൈ കൊടുത്ത് പറ, നിന്റെ വാ കൊണ്ട് അത് പറയരുത്. ആമേൻ. ഏറ്റവും കൂടുതൽ നമ്മളെ പിശാച് വഞ്ചിക്കുന്ന ഒരു കാര്യം, നമ്മള് ഒരു പ്രശ്നം കാണുമ്പോൾ, ഞാൻ അകത്തിലേക്കാണ് വരുന്നത്. പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. ഇസ്രായേൽ ജനം എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ യുദ്ധങ്ങൾ. പക്ഷെ അവർക്ക് മുന്നിൽ ഒരു പുതിയ പ്രശ്നം വന്നു. ഗോലിയാത്ത് എന്ന ആ പ്രശ്നത്തിന്റെ പേര്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, പ്രശ്നത്തിന്റെ പേര് എന്നാ ഇട്ടാലും ശരി, പരിഹാരം ഒന്നേ ഉള്ളൂ, യേശു. ആമേൻ. ഒന്ന് സ്വന്തം ചങ്ക കൈവച്ച് പറയാം, ഏത് പ്രശ്നം എന്ന് മുന്നിൽ വന്നാലും അതിന്റെ പരിഹാരം യേശുവിലുണ്ട്. യേശു എന്ന നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങും. യേശു എന്ന നാമത്തിന്റെ മുന്നിൽ എല്ലാ പ്രശ്നങ്ങളും മുട്ടുമടങ്ങും. ആ പറ, യേശു എന്ന നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ പ്രശ്നങ്ങളുടെ മുട്ടും മടങ്ങും. സോ അവിടെ പുതിയൊരു പ്രശ്നമാണ് അവർക്ക് കയറി വന്നത്. 1 ശമൂവേൽ അതിന്റെ 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 1 ശമൂവേൽ 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നമുക്ക് ഇങ്ങനെയാ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പുതിയൊരു പ്രശ്നം അവരെ ഫേസ് ചെയ്യുക. പുതിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതുവരെ രാജ്യവും തമ്മിലെ യുദ്ധം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ചിലര് പുതിയ ചില ടൈപ്പ് പ്രശ്നം ഫേസ് ചെയ്യുന്നത്, ഇതിന് മുന്നേ ഫേസ് ചെയ്യാത്തതാണ്. അതിന്റെ പേര് ഗോലിയാത്ത് എന്നായിരിക്കും. പക്ഷെ നിന്നോട് ഇന്ന് രാവിലെ ഞാൻ പ്രവചിച്ചു പറയാം, നീ ജയിക്കും. കൈ കൊടുത്ത് പറ, പേര് എന്നാലും ആയിക്കോട്ടെ ബ്രദറെ, പക്ഷെ നീ ജയിക്കും. കൈ കൊടുത്ത് പറ, പേര് എന്നാലും ആയിക്കോട്ടെ, നീ ജയിക്കുക തന്നെ ചെയ്യും. നിന്നെ ജയിക്കാനാ വിളിച്ചിരിക്കുന്നത്. പുതിയൊരു ടൈപ്പ് പ്രശ്നം. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പലരും, അയ്യോ ഇതുപോലത്തെ ഒരു പ്രശ്നം കൈകാര്യം ചെയ്തിട്ടില്ല, ഇത് വേറൊരു രീതിയിലാണ്. അത് ഏത് രീതിയിലായിക്കോട്ടെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നിന്നെ ജയിപ്പിക്കും. ആമേൻ. പക്ഷെ അവിടെ ഗോലിയാത്ത് പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തെ കാര്യം, ഗോലിയാത്ത് വരുമെന്നുള്ളതിനെ കുറിച്ച് പ്രവചനം ഒന്നുമില്ലായിരുന്നു. ചിലപ്പോ ഒന്നും പ്രവചനം കാണത്തില്ല. നിന്റെ ജീവിതത്തിൽ പ്രശ്നം വരുന്നതിന് പ്രശ്നം നോട്ടീസ് കൊടുക്കാതെ വരത്തുള്ളൂ. കൈ കൊടുത്ത് പറ, പ്രശ്നം നോട്ടീസ് കൊടുക്കാതെ എന്നെ വരത്തുള്ളൂ. ഗോലിയാത്ത് ഒരിക്കലും നോട്ടീസ് അടിച്ചിട്ട് വരാറില്ല. പക്ഷേ ഇന്ന് പകൽ ദൈവ പൈതലെ ഓർത്തോ, ഗോലിയാത്ത് നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് രാജാവാകാൻ സമയമായെന്ന്, നിനക്ക് രാജാവാകാനുള്ള സമയമായെന്നുള്ളത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ അപ്പായെ സ്തുതിക്കുക. ഗോലിയാത്തായിരിക്കും, പക്ഷെ നിനക്ക് രാജാവാകാനുള്ള സമയമായി. ഗോലിയാത്തായിരിക്കും, പക്ഷെ നിന്നെ ഉയർത്താനുള്ള സമയമായി. ഹല്ലേലൂയ. അവിടെയാണ് ദൈവമക്കൾ കാണുന്നതിനെ അല്ല പറയേണ്ടത്, അവന്റെ മേളിലുള്ള വാഗ്ദത്തത്തെ വിളിച്ചു പറയേണ്ടത്. പറഞ്ഞ, ഞാൻ കാണുന്നത് പറയാൻ വിളിക്കപ്പെട്ടവനല്ല. എന്റെ മേളിൽ എന്റെ അപ്പൻ എന്ത് വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ അത് ഞാൻ വിളിച്ചു പറയും. അവിടെ ഗോലിയാത്ത് എന്നൊരു പുതിയ സൈസ് പ്രശ്നം വന്നിരിക്കുക. ആ പ്രശ്നത്തിന്റെ സൈസ് മാത്രം നമുക്ക് വായിച്ചാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഒന്ന് നോക്കിയേ, 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗദ്ധ്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. മല്ലനാണ്. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അയ്യോ, പ്രശ്നത്തിന്റെ നീളം 6 മുഴം 1 ചാൺ. തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. 5000 ശേക്കൽ തൂക്കമുള്ള, അത് മനുഷ്യനാണോ മൃഗാണോ ഡ്രാഗനാണോ ആർക്കും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വായിച്ചേ. തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പായിരുന്നു.
ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ നോക്കിക്കോണേ, നിങ്ങൾ ഇത്രയും പറയുന്നത് ഒന്ന് ചിത്രീകരിച്ച് നോക്കിക്കേ. ഒരു ഇത്രയും പൊക്കം കാണുമോ? ഇത്രയും പൊക്കമുള്ള ഒരാള്, ഇത്രയും വണ്ണം, ശരീരം മുഴുവൻ കവചം വെച്ച് മറച്ചിരിക്കുക, അവന്റെ മുന്നിൽ ഒരു അസിസ്റ്റന്റും. എന്നിട്ട് അവൻ വെല്ലുവിളിക്കുക. വായിച്ചേ. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫിലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. ഇവിടെയാണ് പ്രശ്നം. തമിഴ്നാട്ടിൽ ചോദിക്കും, ഒണ്ടിക്കൊണ്ടി വരിക. ഞായറാഴ്ച രാവിലെ ഇവിടെ ഇരിക്കുമ്പോ വിശ്വാസമൊക്കെ വരും. പക്ഷെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച തന്നെ ഇരിക്കുമ്പോഴാണ് ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത്. ഹല്ലേലൂയ. ചിലര് ചിരിക്കുന്നുണ്ട്. ആമേൻ. കൈ എടുത്ത് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ വിശ്വാസമൊക്കെ വരുന്നുണ്ടല്ലേ. പക്ഷെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ തന്നെ ആകുമ്പോൾ ഗോലിയാത്ത് വന്നെന്നെയും വെല്ലുവിളിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ രൂപം അവിടെ വെളി വരത്തുള്ളൂ. ആമേൻ. അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത ഒരു സൈസ് പ്രോബ്ലം വന്ന് നിൽക്കുക. ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല, രാജാവ് കണ്ടിട്ടില്ല, ആ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരു സൈസ് പ്രശ്നം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ സാധാരണഗതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലാണ്. അവരെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ. ദൈവമേ സംസാരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന അവിടെയുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു കാണും. പക്ഷെ അവിടെ ആർക്കും ദൈവശബ്ദം കേട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ പറയുന്നേ, ചില പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ദൈവശബ്ദം നീ കേൾക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ശബ്ദം കേൾക്കാൻ സ്വർഗം കൊതിക്കുക. നിന്റെ ആ ജോലിയിൽ, നിന്റെ ആ ബിസിനസ്സിൽ, നിന്റെ ആ കുടുംബ ജീവിതത്തിൽ, നിന്റെ ആത്മീക ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, ഏത് മേഖലയിലായിക്കോട്ടെ നിനക്ക് ദൈവശബ്ദം കേൾക്കുന്നില്ല, ഞാൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇന്ന് പകൽ സ്വർഗം നിന്നോട് പറയാൻ ആഗ്രഹിക്കുക, നിന്റെ ശബ്ദം കേൾക്കാൻ സ്വർഗം ആഗ്രഹിക്കുക. നിന്റെ വായിൽ നിന്ന് നീ എന്തു പറയുമെന്ന് കേൾക്കുവാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുക. പല സമയങ്ങളിലും നമുക്ക് പറ്റുന്ന പരാജയം, നമ്മള് ഗോലിയാത്തിന്റെ ഇത് മുഴുവൻ നമ്മൾ വിവരിക്കും. അവിടെ കാണാവുന്നത് ഗോലിയാത്തിനെ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രശ്നങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ കാണാവുന്നത് പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ കാണുന്ന പ്രശ്നത്തെ അല്ല പറയുന്നേ, കാണാത്ത നിന്റെ അപ്പന്റെ കാര്യം. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് എനിക്ക് വളരെ മനോഹരമായ ഒരു വാക്യം വചനത്തിലുണ്ട്. ഈ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫാദർ ഇൻ ലോ ഈ വാഗ്ദത്തം എനിക്ക് കൈമാറിയിട്ട് പറഞ്ഞു, എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വാഗ്ദത്തം എനിക്ക് കൈമാറി. അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെന്ന് എനിക്കറിയാം. എങ്കിലും ആ വാഗ്ദത്തം അദ്ദേഹം എന്നോട് കൈമാറി. ആ വാഗ്ദത്തം മാറത്തില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. നമുക്ക് ആ വാക്യം വായിക്കാം. യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. എങ്ങനെ സംസാരിക്കണമെന്ന് അറിയണം. അപ്പുറത്തുള്ളവരൊന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയണം. യെരമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചോണേ, ഇവിടെ പ്രവാചകൻ ഒരു പ്രശ്നത്തിൽ കൂടെ പോവുക. അവിടെ പ്രശ്നക്കാരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ തന്റെ വാ തുറന്ന് താൻ സംസാരിക്കുമ്പോൾ താൻ പറയാ, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. പറഞ്ഞ, എന്റെ അപ്പൻ ഒരു മഹാവീരനെ പോലെ. പറ, വാ തുറന്ന് പറഞ്ഞേ, എന്റെ അപ്പൻ ഒരു മഹാവീരനെ പോലെ. കാണാവോ? കാണാൻ മേല. ഗോലിയാത്തിനെ മാത്രമേ കാണാനുള്ളൂ. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു പക്ഷെ വിശ്വാസമില്ലായിരിക്കും. ആ വ്യക്തി ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. ആ വ്യക്തിക്ക് ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ബ്രദറെ, അപ്പൻ നിങ്ങളുടെ കൂടെ ഒരു മഹാവീരനായുണ്ട്. കൈ കൊടുത്ത് പറ,
നിങ്ങൾക്ക് ഒരു പക്ഷെ അത് പറയാനുള്ള വിശ്വാസമില്ലായിരിക്കും. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് വിശ്വാസത്തിന്റെ ഒരു വിത്തൊന്ന് വിതച്ച്, ബ്രദറിന്റെ കൂടെ അപ്പൻ ഒരു മഹാവീരനായി ബ്രദറിന്റെ കൂടെ ഉണ്ട്. കാണുന്നില്ലായിരിക്കും, പക്ഷെ അവൻ സത്യമുള്ളവനാ, അവൻ മാറത്തില്ല. അവനാ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ കൂടെ ഒരു മഹാവീരനായി ഉണ്ട്. നിങ്ങൾ കാണുന്നത് ഒരു ഗോലിയാത്തിനെ ആയിരിക്കും, പക്ഷെ ആ ഗോലിയാത്തിനേക്കാൾ ഒരു മഹാവീരനായി അവൻ നിന്റെ കൂടെ ഉണ്ട്. ഒന്ന് രണ്ട് പേരോടൊന്ന് കൈ കൊടുത്ത് പറ, ബ്രദർ തകരത്തില്ല, സിസ്റ്റർ തകരത്തില്ല. നിന്റെ കൂടെ അപ്പൻ ഒരു മഹാവീരനായി നിന്റെ കൂടെയുണ്ട്. നിന്നെ പേടിപ്പിക്കുന്ന ആ ഗോലിയാത്ത്, നിന്നെ ഭയപ്പെടുത്തുന്ന ആ ഗോലിയാത്ത് അവന്റെ അന്ത്യം കുറിക്കാൻ പോവാ. ഇന്ന് അവന്റെ അന്ത്യം കുറിക്കാൻ പോവാ. Come on, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആർത്ത് വിളിച്ച അപ്പായൊന്ന് സ്തുതിച്ചേ. ആമേൻ. വചനം പറയാ, പ്രവാചകൻ പറയാ, പ്രതിസന്ധിയിൽ കൂടെ പോവുക. പക്ഷെ ഇപ്പോൾ പ്രവാചകൻ പറയാ, യഹോവ എന്റെ കൂടെ ഒരു മഹാവീരനായി എന്റെ കൂടെ ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, എന്നെ വിളിച്ച എന്റെ അപ്പൻ ഒരു മഹാവീരനായി. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എനിക്കറിയാം, ആത്മമണ്ഡലത്തിൽ ചില ബന്ധനങ്ങൾ അഴിയുക, ചില കെട്ടുകൾ അഴിയുക. ഇന്ന് പകൽ ഗോലിയാത്തിന്റെ തല സംഹാരപ്പെടുത്തുന്ന ദിവസമായിരിക്കുമെന്ന് എനിക്കറിയാം. ചില പ്രശ്നങ്ങളുടെ മേളിൽ ഇന്ന് പകൽ ജയം വരുന്ന പകലായിരിക്കും. യഹോവ ഒരു മഹാവീരനായി എന്റെ കൂടെ, വായിച്ചേ, എന്റെ കൂടെ ഉണ്ട്. ആകയാൽ എന്തുകൊണ്ടാ? എന്റെ കൂടെ ഒരാളുണ്ട്. ഈ 6 ദിവസം ഗോലിയാത്തിനെ മാത്രം കണ്ടുവന്ന ദൈവ പൈതലെ, നിന്നോട് ഞാൻ പറയാം, നിന്റെ കൂടെ ഒരുവനുണ്ട്. അവനെ നിന്റെ ഫിസിക്കൽ കണ്ണ് കാണുന്നില്ലായിരിക്കും, പക്ഷെ അവൻ ഏറെ യഥാർത്ഥമായി നിന്റെ കൂടെ മഹാവീരനായി അവൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നിന്റെ മുഖം ലജ്ജിക്കത്തില്ല, നിന്റെ തല കുനിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആ പ്രസംഗിക്കുന്ന മഹാവീരൻ ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്. അവനൊരു മഹാവീരനായി നിന്റെ കൂടെയുണ്ട്. അപ്പുറത്തുള്ള കൈ കൊടുത്ത് പറഞ്ഞ, ആ മഹാവീരൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ബ്രദറെ, ആ മഹാവീരൻ നിങ്ങളുടെ കൂടെ ഉണ്ട് സിസ്റ്ററെ. നിങ്ങൾക്ക് ഒരു പക്ഷേ ഗോലിയാത്തിനെ മാത്രം നമ്മുടെ കണ്ണുകൾ കാണുമ്പോൾ നമ്മുടെ ശബ്ദം പോവും. പക്ഷെ ഇന്ന് പകൽ നിങ്ങളുടെ ശ്രദ്ധ ഗോലിയാത്തിൽ നിന്നൊന്ന് മാറ്റി, നിന്റെ കൂടെ ഒരു മഹാവീരൻ. ഈ മഹാവീരനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. അവനെ ആർക്കും വെല്ലാൻ സാധിക്കത്തില്ല. ആ മഹാവീരൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജയിക്കും നിശ്ചയം. ഒന്നുകൂടെ 1-2 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞ, ബ്രദർ തോക്കത്തില്ല, സിസ്റ്റർ തോക്കത്തില്ല, ജയിക്കും നിശ്ചയം. ആ മഹാവീരൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. ആകയാൽ ആ മഹാവീരൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, വായിച്ചേ, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അവർ ജയിക്കയില്ല. പറ എന്നെ ഉപദ്രവിക്കുന്ന പ്രശ്നം ഇടറി വീഴും. എന്നെ ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങൾ ഇടറി വീഴും. അവൻ ജയിക്കയില്ല. എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, ദുഷ്ടന്റെ ഏത് തീയമ്പുകളായിക്കോട്ടെ, അവ ഇടറി വീഴും. അവ ജയിക്കയില്ല. ഒരു ഗോലിയാത്തും ജയിക്കയില്ല. ഒരു തീയമ്പും ജയിക്കയില്ല. ഒരു തീയമ്പും നിന്നെ വെല്ലത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെല്ലാം തട്ടി. ജയിക്കത്തില്ല. ദാരിദ്ര്യം നിന്നെ ജയിക്കത്തില്ല. രോഗം നിന്നെ ജയിക്കത്തില്ല. ആമേൻ. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങളെ ഇടറി വീഴും. അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. അവര് ലജ്ജിക്കും.
ഒരിക്കലും മറന്നു പോകാത്ത പ്രശ്നം ലജ്ജിക്കും, എന്റെ പ്രശ്നം ലജ്ജിക്കും, എന്റെ മുഖം ശോഭിക്കും. നിന്റെ ഗോലിയാത്ത് ലജ്ജിക്കും, നിന്റെ മുഖം ശോഭിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുക. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ പ്രവാചകന് ശരിക്കും തന്നെ ഉപദ്രവിക്കുന്നവരെ കാണാം, തന്നെ പ്രയാസപ്പെടുത്തുന്നവരെ കാണാം, അവരെ എല്ലാവർക്കും കാണാം. പക്ഷെ തന്റെ വായിൽ നിന്ന് വന്ന വാക്ക് കാണാത്ത ഒരുവനെ കൂടെ ഉണ്ടെന്ന് വിളിച്ചു പറയാനുള്ള, ഓ ഇന്ന് പകൽ, ഇന്ന് പകൽ, ഇന്ന് പകൽ, ഇന്ന് പകൽ അവനെ നിന്റെ കണ്ണ് കാണുന്നില്ലായിരിക്കും. നിന്റെ പ്രശ്നത്തിന്റെ ഉള്ളിൽ നിനക്ക് അവന്റെ സാന്നിധ്യം അനുഭവപ്പെടാത്തതുപോലെ തോന്നുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ നിനക്ക് ഒരു ഇരുട്ട് പോലെ തോന്നുന്നുണ്ടായിരിക്കും. പേടിക്കണ്ട, ആ കൂരിരിൽ താഴ്വരയിൽ അവൻ നിന്റെ കൂടെ ഉണ്ട്. അവന്റെ വടിയും അവന്റെ കോലും നിന്നെ ആശ്വസിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. അവിടെ പറയാം, മഹാവീരനായി. ഒന്ന് പറഞ്ഞ, എന്റെ അപ്പൻ മഹാവീരനായി, എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്. ഈ പ്രതിസന്ധിയിൽ എന്റെ കൂടെയുണ്ട്, ഈ പ്രശ്നത്തിൽ എന്റെ കൂടെയുണ്ട്. എന്റെ അപ്പൻ എന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഒന്ന് രണ്ട് പേരോട് കൈ കൊടുത്ത് പറഞ്ഞു, എന്റെ അപ്പൻ എന്റെ കൂടെ നിൽക്കത്തുള്ളൂ. കൊച്ചിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കൂടെ കൂടുന്നവനല്ല അപ്പൻ. കൊച്ചിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ കൂടെ നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൊച്ചുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല, കൃപയാൽ ഇനി പറയത്തില്ല. ഈ ഉദാഹരണം തെറ്റിച്ചെടുക്കണ്ട, യേശുവിന്റെ നാമത്തിൽ നെഗറ്റീവായിട്ട് പറയല്ല. പക്ഷെ എങ്ങാനും ഒരാൾ പറയാ, നിങ്ങളുടെ കൊച്ചു ക്ലാസ്സിൽ ഭയങ്കര എന്നാ പറയുന്ന ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും, ആദ്യം ഞാൻ വേണം അവനെ വഴക്ക് പറയും, പക്ഷെ ഞാൻ അവന്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. ആ അപ്പം മക്കളുടെ കൂടെ നിൽക്കത്തുള്ളൂ. കൈയെടുത്ത് പറ, അപ്പം മക്കളുടെ കൂടെ നിൽക്കത്തുള്ളൂ. മഹാവീരനായി എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്നെ പെർസിക്യൂട്ട് ചെയ്യുന്ന, ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്, മൈ പെർസിക്യൂട്ടേഴ്സ് ഷൽ സ്റ്റംബിൾ, ദേ ഷൽ ഫെയിൽ. അവര് ജയിക്കത്തില്ല. അപ്പൻ മഹാവീരനായി, അപ്പൻ മഹാവീരനായി. നോക്കിയേ, ഈ വെളിപ്പാട് 1 ശമൂവേൽ 17 ദാവീദ് എന്നൊരു ബാലൻ ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നു? ദാവീദ് എന്നൊരു ബാലന്, ഒരു യൗവനക്കാരന് ഉണ്ടായിരുന്നു. ബ്രദറെ കൈ കൊടുത്തു പറ, ബ്രദറെ, ഗോലിയാത്തിന്റെ മുന്നിലെ മസിൽ സൈസ് ഒന്നും ചെലവാകത്തില്ലെന്നോ. ബ്രദറിന് 6 അടി ഉണ്ടെങ്കിലും പിന്നെ എന്നാ ബ്രദറെ ജിമ്മിൽ പോകുന്ന എന്നാ 6 പാക്കോ? കൈ കൊടുത്തു പറ, ബ്രദറിന് 6 പാക്ക് ഉണ്ടെങ്കിലും ഗോലിയാത്തിന്റെ മുന്നിൽ ചെലവാകത്തില്ല. എത്ര 6 പാക്ക് ഉണ്ടെങ്കിലും, ബ്രദർ എത്ര ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്ത ആളായാലും, ചില ഗോലിയാത്ത് വരുമ്പോൾ ലൂസ് മോഷൻ ആയി പോകും. ചിലര് ചിന്തിക്കുക, ബ്രദർ എങ്ങനെ കറക്റ്റ് ഇത് കണ്ടുപിടിച്ചു. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള കൃപയുണ്ട് നമുക്ക്. ഹല്ലേലൂയ. വലിയ ജിമ്മിൽ പോകുന്നവരും ഒരു കൊറോണ വന്നാൽ ലൂസ് മോഷനിലായി പോകും. പക്ഷേ അതിന്റെ ഇടയ്ക്ക്, ആ ഗോലിയാത്തിനെ കാണുന്നതിന്റെ ഇടയ്ക്ക്, അതാ ഞാൻ പറഞ്ഞേ, യെരമ്യാവ് പറയുന്ന ആ വെളിപ്പാട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ പുറകിൽ ചലിക്കുന്ന ശക്തികളെ നമുക്ക് മനസ്സിലാക്കണം. വേറെ ആർക്കും ഇതിന്റെ ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ദാവീദിന് പിടികിട്ടി, ഗോലിയാത്തിന്റെ മേളിലുള്ള ജയം വായിക്കകത്തായിരിക്കുന്നത്. ആമേൻ. ഗോലിയാത്തിന്റെ മേളിലുള്ള ജയം കയ്യിലല്ല ഇരിക്കുന്നത്, വായിലായിരിക്കുന്നത്. കൈ കൊടുത്തു പറ, ഗോലിയാത്തിന്റെ മേളിലുള്ള ജയം കയ്യിലല്ല ഇരിക്കുന്നത്, വായിലായിരിക്കുന്നത്. ആമേൻ. സോ അവിടെ നമ്മൾ ഇങ്ങനെയാ കാണുന്നത്, ദാവീദ് ഇതേ കാര്യത്തെ നമ്മൾ അതേ 1 ശമൂവേലിൽ നമ്മളിപ്പം 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചായിരുന്നു. ഗോലിയാത്തിനെ കുറിച്ച് എന്ന പ്രശ്നത്തിന്റെ വിവരണം വായിച്ചു. അവിടെയുള്ളവരെല്ലാം പ്രശ്നത്തിന്റെ വിവരണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ദാവീദ് അവിടെ ചെന്നിട്ട് അതേ അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാ കാണുന്നത്. അവിടെ ചെന്ന് ഈ പ്രശ്നത്തെ കുറിച്ചല്ല അവൻ സംസാരിച്ചത്,
ഈ പ്രശ്നത്തിന്റെ മേളിൽ വരാൻ പോകുന്ന ജയത്തെ കുറിച്ച് അവൻ സംസാരിച്ചു. കൈയെടുത്ത് പറ, പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനല്ല നിന്നെ വിളിച്ചത്. ശബ്ദം പോയി. പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനല്ല. ഇന്ന് പകൽ ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ ചേർന്ന് പറയണം. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് പറയാനുള്ള വിശ്വാസം ഇല്ലെങ്കിലും എന്റെ കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇന്ന് പകൽ ചില കെട്ടുകൾ പൊട്ടും. ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ചില ജയം എടുത്തോണ്ടേ നിങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. നിങ്ങൾ ഇവിടോട്ട് കയറി വന്നപ്പോൾ കണ്ട ചില ഗോലിയാത്തുമാർ ഇനി ജീവിക്കത്തില്ല. ഇന്ന് പകൽ അതിന്റെ മേളിൽ ജയം എടുക്കുന്ന പകലാ. ഒന്ന് രണ്ട് പേർക്ക് കൈ കൊടുത്ത് പറയാം, എന്റെ ജീവിതത്തിലെ ഗോലിയാത്തുമാരുടെ അവസാനത്തെ ദിവസമായിരുന്നു. അത് ഏത് മേഖലയിലായിക്കോട്ടെ. നിന്റെ ഓഫീസിൽ ഒരു ഗോലിയാത്തുണ്ടോ, നാളെ രാവിലെ നീ പോകുമ്പോ ആ ഗോലിയാത്തിനെ കാണത്തില്ല. ആമേൻ. സോ അവിടെ വചനം പറയാണ്, ദാവീദ് എല്ലാരും ഈ പ്രശ്നം എത്ര വലുതാണെന്ന് ചോദിക്കുമ്പോൾ ദാവീദ് ചോദിച്ചു, ഈ പ്രശ്നത്തെ പരിഹരിച്ചാൽ എന്നെ കിട്ടുമെന്ന്. കൈയെടുത്ത് പറ, പ്രശ്നം എന്നെ കൊണ്ടുപോകുമെന്ന് പരിഭവിച്ച് പറയുന്നത് നിർത്തിയിട്ട് ഈ പ്രശ്നത്തിൽ എനിക്ക് എന്നെ കിട്ടുമെന്ന് പറയാൻ തുടങ്ങാം. ദൈവ പൈതലേ, നിന്നെ തേടി ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉള്ളതിനെ കൊണ്ടുപോകാനാ വരുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം നിന്റെ ജീവിതത്തിലേക്ക് ചിലതിനെ കൊണ്ടുപോകാനല്ല, കൊണ്ടുവരാനാ വരുന്നത്. ഇന്ന് പകൽ ഞാൻ ദൈവദാസനായി പ്രവചിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ അവരുടെ ജീവിതത്തിൽ ഉള്ളതിനെ അത് കൊണ്ടുപോകും. നിന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ നിന്റെ ജീവിതത്തിലേക്ക് ചിലതിനെ അത് കൊണ്ടുവരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആർത്ത് വിളിച്ച് ആ നല്ല അപ്പായെ ഒന്ന് സ്തുതിച്ച് ആമേൻ. ഇന്ന് പകൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ആത്മമണ്ഡലത്തിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. കൈയെടുത്ത് ബ്രദറിന് ഫീലിംഗ് ഉണ്ടേലും ഇണ്ടേലും എന്തോ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട് ബ്രദർ എന്ന് പറ. സിസ്റ്ററിന് ഫീലിംഗ് ഉണ്ടേലും ഇല്ലേലും എന്തോ ചിലതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, അവിടെ ദാവീദ് എല്ലാരും ഈ പ്രശ്നം എങ്ങനെ മാറുമോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് ചോദിച്ചു, ഈ പ്രശ്നം പരിഹരിച്ചാൽ എന്നെ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ചില പ്രതികൂലങ്ങൾ നിന്നെ തളർത്താനല്ല വരുന്നത്, നിന്നെ ഉയർത്താനാ വരുന്നത്. ആമേൻ, ആമേൻ. സോ അവിടെ ദാവീദ് പറയാണ്. അപ്പൊ ദാവീദ് ഇത് പറയുന്നത് കേട്ട് നമ്മളിപ്പോ അവിടെ എല്ലാരും കേട്ടു, അങ്ങനെ രാജാവും കേട്ട് സംസാരിക്കുന്നവനെ കേൾക്കാൻ ആൾക്കാർ കേട്ടു. പോസിറ്റീവ് പറയുന്നവനെ നാട്ടുകാർ നോട്ട് ചെയ്യും, പോസിറ്റീവ് പറയുന്നവനെ കമ്പനിക്കാർ നോട്ട് ചെയ്യും, പോസിറ്റീവ് പറയുന്നവനെ ഓഫീസിൽ നോട്ട് ചെയ്യും, പോസിറ്റീവ് പറയുന്നവനെ രാജ്യങ്ങൾ നോട്ട് ചെയ്യും, പോസിറ്റീവ് പറയുന്നവനെ രാഷ്ട്രങ്ങൾ നോട്ട് ചെയ്യും. കൈയെടുത്ത് പറ, വായിൽ നിന്ന്, നിങ്ങളുടെ വായിൽ നിന്ന് വലിയവൻ മഹാവീരന്റെ വലിപ്പേ വരാവുള്ളൂ, പ്രശ്നത്തിന്റെ വലിപ്പം വരരുത്. ആമേൻ. സോ അവിടെ ദാവീദ് പറയാ എന്നെ കിട്ടും. അപ്പം 1 ശമൂവേൽ 17 10ഉം 11ഉം നമുക്ക് വായിക്കാം. 10ഉം 11ഉം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഫെലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവിനെന്ന് പറഞ്ഞു. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. ഈ പ്രശ്നത്തെ ആദ്യം ആത്മീകമായി കാണാൻ ഒരു കാഴ്ച വേണം. ഏത് പ്രശ്നത്തെയും ആത്മീകമായി കാണാൻ ഒരു കാഴ്ച വേണം. ഇപ്പോ ഇവിടുത്തെ പ്രശ്നം ശരിക്കും ഈ വ്യക്തി അല്ല. നിങ്ങളത് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില വാക്കുകളുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില വാക്കുകൾ നമ്മളെ നേരെ വരുന്നതുണ്ട്. അതിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളെ പ്രയാസപ്പെടുത്തുന്നത്. ഈ രോഗത്തിൽ നീ മരിച്ചു പോയാലോ, ഈ പ്രശ്നത്തിന് അപ്പുറം നീ ജീവിക്കാതെ പോയാലോ, ആ പ്രശ്നം നിന്നെ പൂട്ടിയാലോ,
നിന്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോയാലോ, ഇങ്ങനെയുള്ള വാക്കുകളിലാണ് പിശാച് പ്രവർത്തിക്കാനായിട്ട് നോക്കുന്നത്. ഞാൻ അവിടെ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 1 ശമൂവേൽ 17 അതിന്റെ 10ഉം 11ഉം ഒന്നുകൂടെ വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഫെലിസ്ത്യൻ പിന്നെയും ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവിൻ എന്ന് പറഞ്ഞു. പറഞ്ഞു. പിശാച് യുദ്ധം ചെയ്യുന്ന എന്നാ വെച്ചാ പിശാച് ഗോലിയാത്തിന്റെ കയ്യില് ആയുധങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവൻ എന്നാ ഉപയോഗിച്ചേ? ഒന്ന് പറഞ്ഞേ. ഇതൊന്ന് മനസ്സിലായാൽ ഇന്ന് പകൽ ഇവിടുന്ന് ചില ജയമായിട്ടേ പോകത്തുള്ളൂ. ഒന്ന് പറഞ്ഞേ. പിശാച് അവന്റെ കയ്യില്, ഗോലിയാത്തിന്റെ കയ്യില് 5000 ഷെക്കലിന്റെ കവചമുണ്ട്, കുന്തമുണ്ട്, അവന്റെ കയ്യിൽ കത്തിയുണ്ട്, അവന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. പക്ഷേ അവൻ പൊരുതാൻ ഉപയോഗിച്ച എന്നതാണ്? ആദ്യം അവൻ പൊരുതാൻ ഉപയോഗിച്ച എന്നതാ? വാക്ക്. പിശാച് പൊരുതാൻ നിന്റെ എതിരെ ഉപയോഗിക്കുന്നത് വാക്കുകളാണ്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ ചിന്ത വരുന്നത് ഒരു വാക്കായിട്ടാ വരുന്നത്. ഈ ചിന്ത വരുമ്പോൾ അയ്യോ ഇതിന്റെ അപ്പുറം ജീവിച്ചില്ലെങ്കിൽ, ആ കേസ് പിന്നെയും പൊങ്ങി വന്നാൽ, എന്നെ പിന്നെ അതിനകത്ത് പൂട്ടിയാൽ, എന്റെ മക്കൾ ഇങ്ങനെ ചെയ്താൽ, അവരങ്ങനെ കാണിച്ചാൽ, അവരിങ്ങനെ ചെയ്താൽ, ആ വാക്കുകളിൽ കൂടെയാണ് പിശാച് നിന്നെ ജയിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് വിചാരപ്പെടുമ്പം വാക്ക് വെച്ച് പറഞ്ഞ് വിചാരപ്പെടരുതെന്ന്. വാക്കുകളിലാണ് വിചാരപ്പെടുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും പറയുമ്പോഴാണ് ആ വിചാരത്തിന് ശക്തി വരുന്നത്. അപ്പോൾ അവിടെ വചനം പറയുക, അങ്ങനെ അവൻ പറഞ്ഞു. ഗോലിയാത്ത് കത്തി ഉപയോഗിച്ചല്ല യുദ്ധം തുടങ്ങിയത്, വാക്കുപയോഗിച്ച യുദ്ധം തുടങ്ങിയത്. ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം, വാക്കുപയോഗിച്ച പിശാചും ദൈവമക്കളോട് യുദ്ധം തുടങ്ങുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കാണുന്ന പ്രശ്നത്തിന് ഗോലിയാത്തിന്റെ വലിപ്പമുണ്ട്, പക്ഷെ അവൻ പൊരുതാൻ നോക്കുന്നത് വാക്ക് വെച്ച, നെഗറ്റീവായിട്ടുള്ള വാക്ക് വെച്ച പൊരുതാൻ നോക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാലോ എന്ന് പറയുന്നത് വാക്കായിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഇങ്ങനെ നടന്നു പോയാലോ എന്നുള്ള ചിന്ത വരുന്നില്ലേ, അത് വാക്കായിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് അവൻ അയക്കുന്നത്. അവന്റെ ആയുധം വാക്കാ. അവനറിയാം വാക്കുകൾക്ക് ചലിക്കാൻ പറ്റും. അവിടെ വചനം പറയാ, അത് അവൻ പറഞ്ഞു. വായിച്ചേ, രാജാവും ബാക്കിയുള്ളവരും വായിച്ചേ. ഫെലിസ്ത്യൻ പിന്നെയും ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവിൻ എന്ന് പറഞ്ഞു. വായിച്ചു. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ, ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ പറ. ഈ വാക്കുകൾ അവന്റെ കവചമല്ല, അവന്റെ കത്തിയല്ല, അവന്റെ തൊപ്പിയല്ല, അവന്റെ സൈസല്ല. ഫിലിസ്ത്യന്റെ ഈ വാക്കുകൾ പറ. വാക്കുകൾ. ശൗലും എല്ലാ ഇസ്രായേലിലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. അപ്പം അവരേതിനെയാ ഭയപ്പെട്ടത്? വാക്ക ഭയം സൃഷ്ടിക്കുന്നത്. ഫിലിസ്ത്യന്റെ സൈസ് അല്ല ഭയം സൃഷ്ടിച്ചത്, ഫിലിസ്ത്യൻ പറഞ്ഞ വാക്ക സൃഷ്ടിച്ചത്. ഇന്ന് പകൽ പല ഗോലിയാത്തും നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ, അതിങ്ങനെ സംഭവിച്ചാലോ, അതങ്ങനെ ആയാലോ, ഇനി അത് മാറാതെ പോയാലോ, ഈ വാക്കുകളാണ് പേടി സൃഷ്ടിക്കുന്നത്. ആ വാക്കുകളിൽ കൂടെയാണ് പിശാച് ദൈവ പൈതലിനെ തകർക്കാൻ നോക്കുന്നത്. ഇന്ന് പകൽ ഈ മർമ്മം ഒന്ന് മനസ്സിലാക്കണം. വാക്കുകളിൽ കൂടെ പിശാച് പോരാടാൻ നോക്കുമ്പോൾ നീ വാക്കിൽ കൂടെ തന്നെ ജയിക്കണം. എത്ര പേർക്ക് അത് വാക്കുകളിൽ കൂടെ നിന്നോട് പോരാടാൻ നോക്കിയാൽ നിനക്ക് അവനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള വാക്ക് നിന്റെ നാവിൽ പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ട്. ഒന്ന് കൈ കൊടുത്ത് 1-2 പേരോട് പറ, ഗോലിയാത്ത് സംസാരിക്കുന്ന വാക്കുകളെക്കാൾ ശക്തിയുള്ള വാക്കുകൾ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിക്കുക. ആമേൻ. അവിടെ പറയാ, വാക്കുകൾ കേട്ട് അവര് ഭ്രമിച്ചുപോയി. അപ്പൊ വാക്കുകളിലാണ് നമ്മുടെ വിശ്വാസം ചോരുന്നത്.
ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. വാക്കുകളിലാണ് നമ്മുടെ വിശ്വാസം ഡ്രെയിൻ ആയി പോകുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് കൂട്ടായ്മ വളരെ അത്യാവശ്യം. കൈയെടുത്ത് പറയാം, എല്ലാ ഞായറാഴ്ച ഇവിടെ കണ്ടേക്കണമെന്ന് പറഞ്ഞു. കൂട്ടായ്മ വളരെ അത്യാവശ്യം അതുകൊണ്ടാണ്. ബിക്കോസ് ഇതിനകത്ത് വരുമ്പോൾ, ഒന്നിച്ചിരിക്കുമ്പോൾ, ഒരു കോർപ്പറേറ്റ് അനോയിന്റിങ്ങിന്റെ കീഴിൽ വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു. നിങ്ങൾ ഈ പറഞ്ഞു വിടുന്ന ഓരോ വാക്കുകളും ഉണ്ടല്ലോ, ചുമ്മാ കൈ കൊടുത്ത് പറയാൻ പറഞ്ഞാൽ എനിക്ക് വേറെ തൊഴിലില്ലാത്തോണ്ടല്ലേ ജയിപ്പിക്കുന്നത്. ആ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഇപ്പൊ ഞാൻ കുറെ നേരമായിട്ട് നമ്മൾ കുറെ കാര്യം പറയാൻ പറഞ്ഞല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ഫിലിസ്ത്യന്റെ വാക്കുകൾ ഒരു രാജാവിനെയും പടയാളികളെയും ഒരു രാജ്യത്തെയും ഭ്രമിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, നിന്റെ വായിന്ന് ഈ മീറ്റിംഗിനകത്ത് ഇരുന്ന് ഇതുവരെ പറഞ്ഞ വാക്കുകൾ നരകത്തെ പേടിപ്പിക്കും, പിശാചിനെ പേടിപ്പിക്കും, ദുഷ്ടന്റെ സൈന്യങ്ങളെ പേടിപ്പിക്കും. കൈ കൊടുത്തു പറ, ബ്രദറെ, ബ്രദറിന്റെ വാക്കിന് ശക്തിയുണ്ട്. മിണ്ടാതിരിക്കരുത്. കൈ കൊടുത്തു പറ, മിണ്ടാതിരിക്കരുത്. ഗോലിയാത്തിന്റെ സൈസ് പറയാനല്ല നിന്നെ വിളിച്ചത്. ആമേൻ. ഇന്ന് പകൽ എനിക്കറിയാം, പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളിലെ കോട്ടകളെ തകർക്കുക, ചിലരുടെ ഉള്ളിലെ ബന്ധനങ്ങളെ തകർക്കുക. പിശാചിന് 10 ഐറ്റം പറയാനുണ്ടെങ്കിൽ നിനക്കൊരു 100 ഐറ്റം പറയാനുണ്ട്. കൈ കൊടുത്തു പറ, പിശാചിന് 10 ഐറ്റം പറയാനുണ്ടെങ്കിൽ നിനക്കൊരു 100 ഐറ്റം പറയാനുള്ള വകയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഫിലിസ്ത്യന്റെ വാക്ക് ഒരു രാജാവിനെയും ഒരു സൈന്യത്തെയും ഒരു രാജ്യത്തെയും മുഴുവൻ ഭ്രമിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്റെ വായിന്ന് പുറപ്പെടുന്ന വാക്ക് നരകത്തെ പേടിപ്പിക്കും, നരകത്തെ പേടിപ്പിക്കും, ദുഷ്ടന്റെ സൈന്യങ്ങൾ പേടിക്കും. ഇന്ന് പകൽ അത് തിരിച്ചറിയാനാ പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമേൻ. അയ്യോ, എന്റെ ജീവിതം എന്നായി തീരുവോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് പറഞ്ഞോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ, അതാ എന്നെ കേൾപ്പിക്കുന്നത്. നീ വാ തുറക്ക, നീ പറയുന്നിടത്ത് കാര്യം നിൽക്കും. ഹല്ലേലൂയ. സോ അവിടെ പറയാണ്, അത് കേട്ട് അവര് ഭയന്നു. ഭയന്നതിന് ശേഷം ഈ 1 ശമൂവേൽ 17:31 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ കാണുന്നത്. ദാവീദാണേല് ഇവര് പറയുന്ന എന്നാ പോവുമെന്നാ ഇവര് ചിന്തിക്കുന്നത്. ആരാ? രാജാവും കൂടെയുള്ള പടയാളികളും രാജ്യത്തിലുള്ളവരും. ഈ ദാവീദിന്റെ തന്നെ 3 ചേട്ടന്മാര് അവിടെ വലിയ ആർമി ഓഫീസർമാരാ. ഇവരുടെ എല്ലാ സംസാര വിഷയം എന്നാ? ഗോലിയാത്ത് എന്തും കൊണ്ട് പോവും, ഈ കൊറോണ എന്തും കൊണ്ട് പോവും ജീവിതത്തിൽ നിന്ന്, ഈ പ്രശ്നം എന്തും കൊണ്ട് പോവും. പക്ഷെ ദാവീദ് മാത്രം തിരിച്ചു ചോദിച്ചു, ഈ പ്രശ്നം പരിഹരിച്ചാൽ എന്നാ കിട്ടും? ഹല്ലേലൂയ. അപ്പുറത്തുള്ള കൈയെടുത്ത് ചോദിച്ചേ, ബ്രദറെ, ഈ ഗോലിയാത്തിനെ ഒന്ന് വീഴ്ത്തിയാൽ എന്നാ കിട്ടുമെന്നൊന്ന് ചോദിച്ച് കൈയെടുത്ത് പറ. മനസ്സിൽ ഇച്ചിരി പേടിയുണ്ടെങ്കിലും ധൈര്യമായിട്ടൊന്ന് ചോദിക്കും ബ്രദറെ എന്ന് പറ. നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നിന്റെ വാക്കുകൾ ചലിപ്പിക്കുന്നതാ, നിന്റെ വാക്കുകൾ പ്രവർത്തിക്കുന്നതാ. ആമേൻ. ദൈവമില്ലാത്ത ഗോലിയാത്തിന്റെ വാക്കിന് ശക്തിയുണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന നിന്റെ വാക്കിന് എത്ര അധികം ശക്തിയുണ്ട്. പറ, ദൈവമില്ലാത്ത ഗോലിയാത്ത് പറഞ്ഞ ശക്തിയുണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന എന്റെ വാക്കിന് ചങ്ക തട്ടി പറ, ദൈവം വസിക്കുന്ന പരിശുദ്ധാത്മാവ് മന്ദിരമായ എന്റെ വാക്കിന്. ഈ ലോകത്ത് ഇത്രയും പേരുണ്ടായിട്ട് നിന്നെ അവൻ തെരഞ്ഞെടുത്തില്ലേ? ഈ കൊറോണ കഴിഞ്ഞ് പലരും കാണാതെ പോയിട്ട് നീ കാണാതെ പോകാതെ നിന്നെ അവൻ പിടിച്ചു നിർത്തിയില്ലേ? പറ, എന്റെ വാക്കിന് ശക്തിയുണ്ട്. പറ, എന്റെ വാക്കിന് ശക്തിയുണ്ട്. പക്ഷെ പിശാച് നോക്കുന്നത് എന്നാന്നറിയാവോ? നമ്മുടെ വാ അടപ്പിക്കാൻ. ഇന്ന് പകൽ എന്റെ ദൗത്യം എന്താണെന്നറിയാവോ? സ്വർഗം അയച്ചിരിക്കുന്നത് നിങ്ങളുടെ വാ അടപ്പിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ വാ ഇനി തുറന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് കോലിട്ട് തുറത്തിട്ടേ വിടത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയെടുത്ത് പറ, സ്വന്തമേ തുറന്ന ബ്രദർ കോലിടത്തില്ല വായിക്കകത്തെന്ന് പറ. സ്വന്തമേ തുറന്നില്ല, ഇന്ന് ഞാൻ കോലിട്ട് തുറന്ന് നിങ്ങളെ കൊണ്ട് വർത്താനം പറഞ്ഞിട്ടേ വിടത്തുള്ളൂ. അങ്ങനെ നീ പ്രശ്നത്തിന്റെ വിവരം പറഞ്ഞ് നടക്കണ്ട. നീ പരിഹാരം പറയാൻ വിളിക്കപ്പെട്ടവനാ, പരിഹാരിയെ കുറിച്ച് പറയാൻ വിളിക്കപ്പെട്ടവനാ. യഹോവ മഹാവീരനാ എന്റെ കൂടെ ഉണ്ട്.
പറ, എന്റെ അപ്പൻ മഹാവീരനായി എന്റെ കൂടെ ഉണ്ട്. പറ, ഉണ്ട്. കാണാൻ മേല, പക്ഷെ കാണാത്തത് പറയുന്നതാ വിശ്വാസം. ആമേൻ. കാണുന്നത് പറയുന്നത് ലോകർ. അപ്പൊ ഈ പ്രശ്നത്തിന്റെ പുറകിൽ ഇത് തുടങ്ങിയിരിക്കുന്നത് തന്നെ വാക്കല്ല. കൈയെടുത്ത് പറ ബ്രദറെ, വാക്കേ തുടങ്ങിയത് വാക്കേ അവസാനിക്കും. ഒന്ന് ശബ്ദമുയർത്തി പറ, വാക്കേൽ തുടങ്ങിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് തിരുവായി തുറന്ന് പറയരുത് ഇത് എന്തായി തീരുമെന്ന് പറയരുത്. കൈയെടുത്ത് പറ, തിരുവായി മൊഴിയരുത്. അയ്യോ ഇത് എന്തായി തീരാൻ പോവുകയാണോ എന്ന് തിരുവായി മൊഴിയരുതേ. ഒന്ന് കൈയെടുത്ത് പറ, മൊഴിയരുതേ. വാക്കേ തുടങ്ങിയത് വാക്കേലെ അവസാനിക്കത്തുള്ളൂ. അവിടെ ആർക്കും പിടികിട്ടാത്ത ഒരു മർമ്മം ദാവീദിന് പിടികിട്ടി. ഇന്ന് പകൽ ആ മർമ്മം പിടികിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഗോലിയാത്ത് ഇന്ന് പകൽ സംഹരിക്കപ്പെടും. എത്ര പേര് ആഗ്രഹിക്കുന്നു ഇന്ന് പകൽ എനിക്കൊരു ജയം കാണണം? ഇന്ന് പകൽ അതിന്റെ ട്രേസ് പോലും പിന്നെ കാണാത്ത രീതി നോക്കി. അവിടെ വചനം പറയാ, അവിടെ അവസാനം രാജാവ് വിളിപ്പിച്ച് ചോദിക്കുക, 1 ശമൂവേൽ ഇവര് ഭയന്നതിന് ശേഷം ഇവൻ എന്നെ കിട്ടുമെന്ന് പറഞ്ഞതിന് ശേഷം ദാവീദ് അവിടെ ഫിലിസ്തീനെ നേരിടാൻ പോകുന്നതിന് മുമ്പേ കുറെ നെഗറ്റീവ് കേട്ടു. എന്താ നെഗറ്റീവ് എന്ന് പറയാം? ഞാനൊരു കാര്യം പറയാം. നിങ്ങളിപ്പോ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വിശ്വാസം വരും. ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ പിശാച് 2 ഏജന്റുമാരെ സെറ്റ് ചെയ്ത് വെച്ച് കാണും. എവിടെയെങ്കിലും ഒന്ന് ഫോൺ വിളിക്കും, അല്ലെ ആര് പറയും, അയാൾ അതൊക്കെ പറയൂടാ. അതൊക്കെ നിന്റെ ജീവിതത്തിൽ നടക്കാനൊന്നും പോകുന്നില്ല. നീ കണ്ടില്ലേ ഇത്? എടാ, ഇതിനകത്ത് 9 പേര് ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു തല പോയിട്ടുണ്ട് അവന്മാരുടെ. പിന്നെ എങ്ങനെ തല പോവാതിരിക്കും? 9 പേരുടെ തല പോയി കാണും. എന്റേത് പോകത്തില്ല. പറയാനുള്ള ചങ്കൂറ്റം വരണം. നിന്റെ വലത്തുവശത്ത് 1000 പേര് വീണാലും നിന്റെ ഇടത്തുവശത്ത് 10,000 പേര് വീണാലും അത് നിന്റെ അടുക്കലേക്ക് വരികയില്ല. പറ, എന്റെ വലത്തുവശത്ത് 1000 പേര് വീണാലും എന്റെ ഇടത്തുവശത്ത് 10,000 പേര് വീണാലും എന്റെ അടുത്തേക്ക് ഈ പ്രശ്നം വന്ന് ജയിക്കത്തില്ല. ഞാൻ ഇതിനെ ജയിക്കും. ഇന്ന് പകൽ നിങ്ങൾ ആ വാക്ക് പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, ഉറപ്പിച്ചു പറയാം, ആത്മമണ്ഡലത്തിൽ ചലനം സംഭവിക്കുക. ഫിലിസ്തീന്റെ വാക്ക് കേട്ട് രാജാവ് ഭ്രമിച്ചതുപോലെ നിന്റെ വാക്ക് കേൾക്കുമ്പോൾ നരകം ഭ്രമിക്കും. ആമേൻ. ഇന്ന് പകൽ ഒന്നും മനസ്സിലായില്ല, ഇത്രയും മനസ്സിലായിക്കോ, പിശാചിന്റെ വാക്കിനേക്കാൾ നിങ്ങളുടെ വാക്കിന് ശക്തി കൂടുതലാണ്. എന്നാ കാര്യം എന്ന് പറയാം, ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ശക്തി കൂടുതലാണ് നിന്റെ വാക്ക്. ആമേൻ. സൈസ് അവന് കാണും. കാണിക്കുമ്പോൾ പറയും സൈസ് വലുതായിട്ട് കാണിക്കും. ദാവീദിന് സൈസ് ഇല്ലായിരുന്നു. കൈയെടുത്ത് പറ ബ്രദറെ, വാക്കുകളുടെ യുദ്ധത്തിൽ സൈസിന് പ്രത്യേകതയില്ല, സൈസിന് പ്രസക്തിയില്ല. ഇവിടെ ഇരിക്കുന്ന ഒരു ശിശു, ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് ഇന്നത്തെ വചനം ഏറ്റെടുത്താൽ ആ കുഞ്ഞ് ഗോലിയാത്തിനെ ചെയ്യും. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ആത്മീയത്തിൽ വളർച്ച എന്ന് പറഞ്ഞത് വെളിപ്പാടാണ്. ആമേൻ. വാക്കുകളുടെ യുദ്ധത്തിൽ സൈസിന് പ്രസക്തിയില്ല. അങ്ങനെയാണെങ്കിൽ വാക്കുകളുടെ യുദ്ധത്തിലാണ് നിങ്ങളെങ്കിൽ, ഞാനെങ്കിൽ, പ്രശ്നത്തിന്റെ സൈസിന് പ്രസക്തിയില്ല. പ്രശ്നം വലുതായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇല്ലെന്നല്ല പറഞ്ഞു. അയ്യോ ബ്രദറിന് ഞങ്ങളുടെ പ്രശ്നം അറിയത്തില്ല. അറിയാം. നിങ്ങൾ ചിന്തിക്കുന്ന പ്രശ്നത്തിൽ ഒന്നും പോകാത്ത വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന്. ഞാൻ എന്തിലെല്ലാം കൂടെ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആ പ്രശ്നത്തിന്റെ സൈസ് വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ സൈസിലുള്ള ഒരാൾ കൂടെ ഉണ്ടെന്നുള്ളതൊന്ന് പറഞ്ഞേ. കൂടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതൊന്ന് പറഞ്ഞേ. യഹോവ മഹാവീരനായി എന്റെ കൂടെ ഉണ്ട്. ആമേൻ. എന്റെ കൂടെ ഉണ്ട്.
ഈ വാഗ്ദത്തം കഴിഞ്ഞ ജനുവരിയില് എന്റെ ഫാദർ ഇൻ ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് നൽകിയ വാഗ്ദത്തം. എന്റെ ഫാദർ ഇൻ ലോ മാറ്റപ്പെട്ടു ഈ ഭൂമിയിൽ നിന്ന്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനായിരുന്നു. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എപ്പം വേണേലും വിളിക്കാനും പറയാനും പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. മാറ്റപ്പെട്ടു. സങ്കടമുണ്ട്, മനസ്സിനകത്ത് പ്രയാസമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാഗ്ദത്തം മറത്തില്ല. എന്നോട് പറഞ്ഞു, തോസുട്ടി, അവൻ മഹാവീരനായി നിന്റെ കൂടെ ഉണ്ടെന്ന് ജനുവരിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാദർ ഇൻ ലോ മാറിപ്പോയി കാണും, പക്ഷെ ആ മഹാവീരൻ എന്റെ കൂടെ ഉണ്ട്. അവൻ മാറത്തില്ല, മാറത്തില്ല. അവൻ അന്ത്യത്തോളം നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ ആ വാഗ്ദത്തം ഞാൻ നിങ്ങളുടെ മേളിൽ വിടുകയാ. ആ വാഗ്ദത്തം നിങ്ങളുടെ ഓരോരുത്തരുടെ മേളിൽ വിടുകയാ. അവൻ മഹാവീരനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ നിങ്ങളുടെ അന്ത്യത്തോളം അവൻ നടത്താൻ വിശ്വസ്തനാ. പ്രിയപ്പെട്ടവര്, ആമേൻ. അവിടെ ആ ദാവീദ് വിശ്വാസം പറഞ്ഞു വരുമ്പം നെഗറ്റീവുകാർ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേട്ടിട്ട് പോകുമ്പം ഉടനെ ചിന്തിക്കരുത് എല്ലാം പോസിറ്റീവ്. ചിലർ നെഗറ്റീവ് കൊണ്ടുവരും. എന്നെ ചെയ്തു? അവിടെ നമുക്ക് വായിക്കാം 1 ശമൂവേൽ 17:33 വാക്യത്തിൽ രാജാവ് തന്നെ നെഗറ്റീവ് പറയുക. രാജാവ് എന്തെങ്കിലും പോസിറ്റീവ് പറയണ്ടേ? രാജാവ് നാട്ടിനെ സംരക്ഷിക്കാനുള്ള ആളാ. ഈ പയ്യൻ പോസിറ്റീവ് പറഞ്ഞു വരിക, പക്ഷെ രാജാവ് നെഗറ്റീവ് പറയാ. വായിച്ചേ 1 ശമൂവേൽ 17. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന അംഗം വരുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. ഇയാൾക്ക് ഗോലിയാത്തിനെ ആദ്യമായിട്ട് കാണുക. ചിലപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ലേലും അതിനെക്കുറിച്ച് നല്ല വാക്ക് 2 എണ്ണം പറയും. ഇവൻ ഗോലിയാത്തിനെ ആദ്യമായിട്ട് കാണുക ശൗല്. എന്നിട്ട് പറയാ, അവൻ ചെറുപ്പം തൊട്ട് തന്നെ യോദ്ധാവാണ്. ചിലപ്പം ചില പ്രശ്നത്തെ കുറിച്ച് നമുക്കെല്ലാം സംഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ പ്രശ്നത്തെ കുറിച്ചുള്ള വിവരണം അങ്ങോട്ട് കൂടിയിട്ട് പിന്നെ നമ്മുടെ വായിൽ അതേ ഉള്ളൂ. അത് പറയരുത്. ശൗല് പറയാ, അവൻ യോദ്ധാവാ, നീ വെറും ഒരു അശു. ഞാൻ നിന്നോടൊരു രഹസ്യം പറയാം. വാക്കുകളുടെ യുദ്ധത്തിൽ സൈസിന് പ്രസക്തി ഇല്ല, പ്രായത്തിന് പ്രസക്തി ഇല്ല. നിന്റെ വാക്കുണ്ടോ സ്വർഗം ചലിക്കും. നിന്റെ വാക്കുണ്ടോ ദൈവം ചലിക്കും. നിന്റെ വാക്കുണ്ടോ സ്വർഗം മുഴുവൻ നിന്റെ കൂടെ പ്രവർത്തിക്കും. കൈയെടുത്ത് പറ, ബ്രദറിന്റെ വാക്ക് മാത്രം മതി. സിസ്റ്ററിന്റെ വാക്ക് മാത്രം മതി. സ്വർഗം മുഴുവൻ ഇറങ്ങി നിന്ന് നിന്റെ കൂടെ പ്രവർത്തിക്കും. അപ്പം ഈ പയ്യനോട് പറഞ്ഞപ്പോൾ ഈ പയ്യൻ വിട്ടുകൊടുത്തില്ല. കൈയെടുത്ത് പറ, വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, കൊടുക്കരുത്. ആരെല്ലാം നെഗറ്റീവ് നിങ്ങൾക്കെതിരെ പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കരുത്. അത് തിരുത്താതെ പോകരുത്. കൈ കൊടുത്ത് പറ, അത് തിരുത്താതെ പോകരുത്. അയ്യോ ബ്രദറെ, ഇതറിയാവോ, ബാക്കിയുള്ള എല്ലാത്തിനെയും കൊണ്ടുപോയതാ, എല്ലാത്തിനെയും കൊണ്ടുപോകും, എന്നെ കൊണ്ടുപോകത്തില്ല. ആമേൻ. ഇന്ന് പകൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആ പ്രശ്നത്തെ നോക്കിയിട്ട് പറ, നീ എന്നെ മിഴുകത്തില്ല, ഞാൻ നിന്നെ മിഴുകുമെന്ന് പറ. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഗോലിയാത്തിനെ നോക്കി, നിന്റെ ബിസിനസ്സിലുള്ള, നിന്റെ കരിയറിലുള്ള, നിന്റെ സാമ്പത്തികത്തിലുള്ള, കുടുംബജീവിതത്തിലുള്ള, ഏത് മേഖലയിലുള്ള ആ പ്രശ്നത്തെ നോക്കിയിട്ട് പറ, നീ എന്നെ മിഴുകത്തില്ല, ഞാൻ നിന്നെ മിഴുങ്ങും. നീ എന്നെ ജയിക്കത്തില്ല, ഞാൻ നിന്നെ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവിടെ ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് വരുമ്പോൾ ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. ശൗല് മൊത്തം നെഗറ്റീവ് ഊതി. ദാവീദ് അവിടെ 34, 35, 36, 37 വാക്യം ഇതാണ് ചെയ്യേണ്ടത്. വായിച്ചേ 36, 34 തൊട്ട് വായിച്ചു. 34, 35. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, ഈ നെഗറ്റീവ് പറഞ്ഞ ശൗലിനോട് ദാവീദ് പറയുക. വായിച്ചേ, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു.
എപ്പോഴും കൈ എടുത്തു പറയും, ബ്രദറെ നെഗറ്റീവ് പറയാൻ വന്ന അവന്റെ അടുക്ക കൈ കൊടുത്തിട്ട് പറയും, ഒരു കഥ സൊല്ലട്ടുമാ. നെഗറ്റീവ് പറയുന്നവന്റെ അടുക്ക കൈ കൊടുത്തിട്ട് പറയാം, എന്നാ ഒരു കഥ സൊല്ലട്ടുമാ. ദാവീദ് പറഞ്ഞു, എന്നാ ഒരു കഥ സൊല്ലട്ടുമാ, എനക്കൊരു കഥ ഇരിക്ക്. ഹല്ലേലൂയ. എനക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇരിക്ക്. ഞാൻ ചുമ്മാതല്ല വിളിച്ചു പറഞ്ഞത്, ഞാൻ മഹാവീരൻ കൂടെ ഉണ്ടെന്നുള്ളത് ചുമ്മാ പറഞ്ഞതല്ല. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, ഞാൻ അവന്റെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്, ഞാൻ അവന്റെ കരം ചലിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ അവന്റെ വിടുതൽ കണ്ടിട്ടുണ്ട്. ആർക്കും രക്ഷിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അവന്റെ കരം എന്നെ പൊക്കിയെടുത്തത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആർക്കും സൗഖ്യമാക്കാത്തതിനെ അവൻ സൗഖ്യമാക്കിയത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കൈയെടുത്ത് പറയാൻ, നെഗറ്റീവ് പറയുന്നവനോട് പറയണം, ഞാനൊരു കഥ സൊല്ലട്ടുമാന്ന് ചോദിക്കണം. ആഹാ, ചുമ്മാ മനോരമയിലെ കഥയല്ല, ഞാനിപ്പോ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ കഥ. ഹല്ലേലൂയ. ദാവീദ് പറയാം, നാ ഒരു കഥ സൊല്ലട്ടുമാ. ഷൗൽ, മിസ്റ്റർ ഷൗൽ, നാ ഒരു കഥ സൊല്ലട്ടുമാ. ഈ മഹാവീരൻ, ഞാൻ ഈ പറയുന്ന മഹാവീരൻ ഉണ്ടല്ലോ, അവനെ വെറും പറയല്ല, നിനക്ക് കാണാൻ മേല. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അവനെ. എന്നിട്ട് പറയാ, ഞാൻ കാട്ടിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പം പറഞ്ഞേ, വായിച്ചേ. ഒരിക്കലും ഒരു സിംഹവും ഒരിക്കലും ഒരു കരടിയും വന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻ ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. സിമ്പിളായിട്ടാ പറയുന്നത്. ഇത് കണ്ട ആൾക്കൊരു ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതേലും ഒക്കെ പ്രതിസന്ധികളിൽ അപ്പൻ നിങ്ങളെ വിടുവിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് പറയുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്രയോ കാര്യങ്ങൾ പോട്ടെ, ഒരു കാര്യത്തിലെങ്കിലും ഒരു പരിഹാരവും ഇല്ല എന്ന് ചിന്തിച്ച സമയത്ത് ഒരു അത്ഭുതമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ. അത് വേണം ഇപ്പൊ സംസാരിക്കാൻ. വാക്കുകളുടെ യുദ്ധം വരുമ്പോൾ എന്നാ സംസാരിക്കണം? ഒരു കഥ സൊല്ലട്ടുമാ. നമുക്കൊരു കഥ ഇരിക്ക്. എല്ലാരും കൈവിട്ടപ്പോൾ ഈ മഹാവീരൻ എന്റെ കൂടെ നിന്ന് എന്നെ കോരി എടുത്ത ഒരു കഥയുണ്ട്. അതെ, മുന്നേ അത് സിംഹമായിരിക്കും, മുന്നേ കരടിയായിരിക്കും. എനിക്ക് ഈ സിംഹവും കരടിയും പോലെ ഉള്ളു ഇവനും. പ്രശ്നം പുതിയതാന്ന് പറഞ്ഞ അതിന് കൂടുതൽ വെയിറ്റ് കൊടുക്കരുത്. കൈ കൊടുത്തു പറ, പ്രശ്നം പുതിയതാന്ന് പറഞ്ഞ അതിന് കൂടുതൽ വെയിറ്റ് കൊടുക്കരുത്. കരടി പുലി പോലെ, കരടി സിംഹം വന്നതുപോലെ ഇവനും ഒരു കരടി. ഞാൻ അതിന്റെ വായിന്ന് അതിനെ വെളിയിലെടുത്തു. സിംഹത്തെ ഒക്കെ പീച്ച് ചീന്തി ഇങ്ങനെ കീറി ഞാൻ അങ്ങോട്ട് കളഞ്ഞു. അത്രയും എന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കാൻ ശക്തനായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു മനുഷ്യ കരടിയായിരിക്കും, ഇതിനെ ഞാൻ ചീന്തു. ആമേൻ. വാക്കുകൾക്ക് ശക്തി. വായിച്ചേ അടുത്ത് വായിച്ചേ. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുക കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെ ആകും. ഇതാണ് സംസാരിക്കേണ്ടത്. ഇപ്പം ഫിലിസ്ത്യൻ വെല്ലുവിളിച്ചു, ദാവീദ് തിരിച്ചു വെല്ലുവിളിച്ചു. കൈയെടുത്തോറ, പ്രശ്നം നിന്നെ വെല്ലുവിളിക്കുമ്പോൾ നീ പ്രശ്നത്തെ വെല്ലുവിളിക്കണം. കമാൺ, നീ പ്രശ്നത്തെ എന്നെ ചെയ്യണം, വെല്ലുവിളിക്കണം. പ്രശ്നം നിന്നെ വെല്ലുവിളിച്ച നീ എന്നെ ചെയ്യണം, പ്രശ്നത്തെ വെല്ലുവിളിക്കണം. ബാക്കി ആരും വെല്ലുവിളിച്ചില്ല. പക്ഷെ ദാവീദ് തന്നെ പറഞ്ഞു, ഇവനെ ഞാൻ അതുപോലെ തന്നെ. വായിച്ച ബ്രദറെ, നിങ്ങൾ നോക്കിക്കോണം. അതാ ഞാൻ പറഞ്ഞേ, ദൈവ ശബ്ദം കേൾക്കാത്ത സമയത്ത് അതിന്റെ അർത്ഥം സ്വർഗം നിന്റെ വായിക്ക്. ഞാനൊരു രഹസ്യം പറയാം. ആ സമയത്ത് നിങ്ങളുടെ വാ ദൈവം പറയും, അതാണ് എന്റെ വാ. ആ വായിൽ നിന്ന് എന്നാ വരുന്നോ അവൻ പറയും അതുപോലെ സംഭവിക്കട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചേ പറയാവുള്ളൂ. കൈ കൊടുത്ത് പറ, സൂക്ഷിച്ചേ പറയാവുള്ളൂ. തിരുവായി മൊഴിഞ്ഞ് പറയരുത് ഇത് എന്നായി തീരുവെന്ന് പറയരുത്. അപ്പോൾ അവിടെ
ദാവീദ്, നിങ്ങൾ നോക്കിക്കോണേ, ദാവീദ് എന്നെല്ലാം പറഞ്ഞു, അന്ന് അത് മാത്രം സംഭവിച്ചു. എന്ന് വെച്ചാൽ ദൈവശബ്ദം കേൾക്കുന്നില്ലേ, അതിന്റെ അർത്ഥം നിന്റെ ശബ്ദം ഇനി ദൈവശബ്ദം. നീ എന്നാ പറയുന്നോ അതിലേക്കൂടെ സ്വർഗം പ്രവർത്തിക്കും. നീ എന്നാ പറയുന്നോ അതിലേക്കൂടെ നിന്റെ ഓഫീസ് പോവും. നീ എന്നാ പറയുന്നോ അതിലേക്കൂടെ നിന്റെ ബിസിനസ് പോകും. നീ എന്നാ പറയുന്നോ അതിലേക്കൂടെ നിന്റെ കുടുംബജീവിതം പോകും. നീ എന്നാ പറയുന്നോ അതിലേക്കൂടെ നിന്റെ സാമ്പത്തികം പോകും. നീ എന്നാ പറയുന്നോ അതിലേക്കൂടെ നിന്റെ ജീവിതം ഉയരും. നീ പറയുന്ന രീതിയിൽ സ്വർഗം പ്രവർത്തിക്കും. ചിലപ്പം സ്വർഗത്തിനൊരു പ്രത്യേകതയുണ്ട്. മക്കൾക്ക് ഒരു ഈ ലീഗലി ഒരു ഇതുണ്ട്, പവർ ഓഫ് അറ്റോർണി അല്ലേ? എന്ന് വെച്ചാൽ ഒരാൾക്ക് പകരം വേറൊരാൾക്ക് സൈൻ ചെയ്യാം. ഒരു പവർ ഓഫ് അറ്റോർണി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ വസ്തു വേണേ ആ വ്യക്തിക്ക് വിൽക്കാം അല്ലേ? അങ്ങനെയുള്ള ഇതാ. അപ്പൊ സ്വർഗം ചിലപ്പം പവർ ഓഫ് അറ്റോർണി അങ്ങ് സൈൻ ചെയ്ത് തരും. നീ തീരുമാനിച്ചോ? ഗോലിയാത്ത് എന്ന് പോന്ന് പ്രാർത്ഥിക്കാനല്ല ദാവീദിനെ വിളിച്ചത്. ദാവീദ് പറഞ്ഞു ഇന്ന്. ആ വാക്ക് ഭയങ്കര പ്രസക്തിയാ, വായിച്ചേ. ഇന്ന്. ഇനിയിപ്പോ അടുത്തത് ദാവീദ് പറയുന്നത് ശ്രദ്ധിച്ചോണേ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ദാവീദ് പറഞ്ഞത് ശ്രദ്ധിച്ചോണേ. ഇവിടെ 1 ശമൂവേൽ 45-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. നീ വാളും കുന്തവും വേലുമായിട്ട് എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഇപ്പൊ ശ്രദ്ധിച്ചോണം. ഇപ്പൊ ദാവീദ് പറയുക, ദൈവം എന്നാ ചെയ്യുമെന്ന് ആരിപ്പോ പറയാന്ന് പറയാമോ? ദാവീദ്. നിന്റെ പ്രശ്നത്തിൽ ദൈവം എന്നാ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ പറയുന്നത് ദൈവം ചെയ്യും. അത് എത്ര പേർക്ക് മനസ്സിലാ? അയ്യോ ബ്രാറെ, ദൈവം ഒന്നും പറയുന്നില്ല. അതിന്റെ അർത്ഥം നീ പറയുന്നത് ദൈവം ചെയ്യും. കൈ കൊടുത്ത് പറ, ദൈവം ഒന്നും നിന്റെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നീ പറയുന്നത് ദൈവം ചെയ്യും. നീ പറയുന്നത് കേൾക്കാൻ ദൈവം കാത്തിരിക്കുക. ഇന്ന് പകൽ ഗോലിയാത്തിന്റെ പ്രശ്നം പ്രാർത്ഥിക്കാനല്ല വന്നിരിക്കുന്നത്. നീ ഗോലിയാത്തിനെ കുറിച്ച് എന്ത് പറയുന്നോ ഇന്ന് സ്വർഗം അത് പ്രവർത്തിക്കും. വിസിലൊക്കെ അടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ. അപ്പോ ദാവീദ് പറയാ, വായിച്ച പറ ഇന്ന് പറ, ഇന്ന് ഗോലിയാത്തെ നിന്റെ അന്ത്യം ഞാൻ കുറിക്കുക. ഇന്ന് എന്റെ അപ്പൻ വായിച്ചേ യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇന്ന് നിന്നെ എന്റെ കൈ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. കൈയോട് ബ്രദറെ പറയുമ്പോ നല്ല വലിയ സൈസ് സാധനം പറ ബ്രദറെ. ഞാൻ പറഞ്ഞ നടക്കുവാ. എല്ലാരും പറഞ്ഞു ദാവീദ് വെറും ബാലൻ, ഇവനെ ഒന്നിനും ഇവന് ആര്? ഇവന് യേശു ആണോ നിന്റെ കർത്താവ്? യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? യു ആർ എ സൂപ്പർമാൻ, യു ആർ എ സൂപ്പർ വുമൺ. നിന്റെ വായിലെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. കൈയെടുത്ത് പറ ബ്രദറെ, ആ വാക്ക് പിശാചിനെ വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കരുത്. അയ്യോ ഇങ്ങനെ ആയാലോ, ടെംപ്ടേഷൻ വരും. പക്ഷെ അവിടെ 1 മിനിറ്റ് ഒന്ന് പിടിക്കണം. ഇല്ല, എന്റെ അപ്പൻ മഹാവീരനായ എന്റെ കൂടെയുണ്ട്. ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന സർവ്വഭൂമിയും അറിയും. ഞാൻ ചോദിക്കട്ടെ, ദൈവം എന്നെയായാലും സംസാരിച്ചോ ഇതിനകത്ത്? നിങ്ങൾ ഇപ്പൊ എത്ര നേരം നമ്മൾ ബൈബിൾ വായിച്ചു?
ഈ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ദൈവം എന്നെ സംസാരിച്ചോ നേരിട്ട്? എന്നാ പ്രവർത്തിച്ചോ? പറ, പ്രവർത്തിച്ചോ ഇല്ലയോ? ആര് പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചു? ദാവീദ് പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈവം സംസാരിച്ചാലും ഇല്ലെങ്കിലും നീ പറയുന്ന അനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. അയ്യോ, ദൈവം എപ്പോ സംസാരിക്കോ? ഇനി പ്രാർത്ഥിക്കണ്ട. കൈ കൊടുത്ത് പറ, ഇനി പ്രാർത്ഥിക്കണ്ട. ബ്രദർ ഒന്ന് സംസാരിച്ചേ. നിങ്ങൾക്കറിയാവോ, അവിടെ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അവിടെ ഒരു മനോഹരമായ ഒരു കാര്യമുണ്ട്. ഈ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ നിന്റെ തല വെട്ടുമെന്നല്ലേ പറഞ്ഞേ? അതിന്റെ താഴെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 1 ശമൂവേൽ 17-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഈ പുള്ളിയുടെ കയ്യിൽ ഒരു കത്തി പോലും ഇല്ല. ആരുടെ കയ്യില്? ഒരു തല വെട്ടണമെങ്കിൽ ഒരു ബേസിക് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കത്തിയെങ്കിലും വേണം. പക്ഷെ ഈ പുള്ളിയുടെ കയ്യിൽ ഒരു കത്തി പോലും ഇല്ലാതെയാ വീരവാദം മുഴക്കുന്നത്. ആമേൻ. അവസാനം എന്നാ സംഭവിച്ചെന്നറിയാവോ? ദാവീദ് പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്കറിയാവോ, ഈ പുള്ളി ഫുള്ളി പാക്ഡാ. തല തൊട്ട് കാല് വരെ ഫുള്ള് കവചം, കയ്യിൽ കുന്തം, ഇത് വാള് എല്ലാം വെച്ചിട്ടുണ്ട് പുള്ളി. ഒരു ചെറിയ സ്പോട്ട് മാത്രം പുള്ളി വെട്ടുവെച്ചിരുന്നു, നെറ്റി. ദാവീദ് ഒറ്റ എണ്ണ അവിടെ വിട്ടു. ഒരു ചെറിയ കല്ല്, സ്മോൾ സ്റ്റോൺ, ഒരു ചെറിയ കല്ല് മതി ഗോലിയാത്തിനെ വീഴ്ത്തിയത്. ആ കല്ലല്ല, വീഴ്ത്തിയത് ദാവീദിന്റെ വാക്ക. അവിടെ ഞാൻ നിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞ് കൈ വാള് പോലും ഇല്ല. നിങ്ങൾ താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇയാള് ചത്ത് താഴെ വീണതിന് ശേഷം ദാവീദ് പോയിട്ട് അവന്റെ മേത്ത് കേറി ഇരുന്ന് അവന്റെ വാള് ഊരി അവന്റെ തല വെട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ അപ്പുറത്തുള്ള ഇരിക്കുന്ന ഒരാളോടൊന്ന് കൈ കൊടുത്ത് വിശ്വാസം ഒന്ന് വിതച്ചേ. അപ്പൻ മഹാവീരനായി നിങ്ങളുടെ കൂടെയുണ്ട്. ചാടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഒന്ന് 2 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞ, അപ്പൻ ഒരു മഹാവീരനായി നിങ്ങളുടെ കൂടെയുണ്ട്. എനിക്കറിയാം ഇന്നത് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം അത്രയും വർദ്ധിച്ചു കാണത്തില്ലായിരിക്കും. നോ പ്രോബ്ലം. But just take the word as it is. വചനത്തെ അങ്ങനെ തന്നെ എടുത്തു. ആ പറയുന്ന വാക്ക് അതുപോലെ സംഭവിക്കും. ഞാൻ പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. ആ വാക്കിനെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കും. ഞങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കും. ഇന്ന് പകൽ അവനിവിടെ വന്നിട്ടുണ്ട്. ആമേൻ. ഡോണ്ട് വറി. അയ്യോ, ദൈവശബ്ദം ഞാൻ കേൾക്കുന്നില്ലല്ലോ, എന്റെ പ്രശ്നം എന്തായി തീരുവോ എന്ന് പറയണ്ട. ഈ മുഴുവൻ 1 ശമൂവേൽ 17 എവിടെയും ദൈവശബ്ദം, ദൈവം മുഴങ്ങിയില്ല, ദൈവം സംസാരിച്ചില്ല, ദൈവം ഒരു കാര്യവും പറഞ്ഞില്ല. ദാവീദ് സംസാരിച്ചു. അതിനകത്ത് വേറൊരു ബ്യൂട്ടി നിങ്ങൾ നോക്കിക്കോണം. അതും വീട്ടിൽ പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫിലിസ്ത്യൻ ആദ്യം വാക്ക് തുടങ്ങിയത്, ദാവീദ് അവസാനത്തെ വാക്ക് പറഞ്ഞു. കൈകൊടുത്ത് പറയാം, നിന്റെ വാക്കായിരിക്കണം അവസാനത്തെ വാക്ക്. ഫിലിസ്ത്യൻ ആദ്യം വാക്കുകൊണ്ട് യുദ്ധം തുടങ്ങി. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവസാനത്തെ വാക്ക് ദാവീദിന്റെ വാക്കാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ നോക്കി വെല്ലുവിളിച്ചോട്ടെ, പക്ഷെ അവസാനത്തെ വാക്ക് നിങ്ങളുടെ വാക്കായിരിക്കണം. പറ, അപ്പൻ, എന്റെ അപ്പൻ ഒരു മഹാവീരനായി എന്റെ കൂടെ ഉണ്ട്. ഇതെന്നെ വിഴുങ്ങത്തില്ല, ഞാൻ ഇതിനെ വിഴുങ്ങും. ഈ പ്രശ്നത്തെ എന്നെ ജയിക്കത്തില്ല, ഞാൻ ഈ പ്രശ്നത്തെ ജയിക്കും. ഇതിൽ നിന്ന് വെളിയിൽ വരും. ഒരു വലിയ മാറ്റം കാണാൻ പോവാ. ഇന്ന് പകൽ ദാവീദ് പറഞ്ഞു, ഇന്ന് പകൽ. മേളിൽ നിന്ന് അപ്പൻ ഇങ്ങനെ നോക്കുക. ദാവീദ് പറയാ ഇന്ന്. അപ്പൊ അപ്പൻ പറഞ്ഞു, എന്നാ പിന്നെ ഇന്ന്. കഴുത്ത് വെട്ടും, എന്നാ പിന്നെ വെട്ടി. അവനെ കാക്കയ്ക്ക് കൊടുക്കും, എന്നാ പിന്നെ കൊടുത്തു. അങ്ങനെ ഇന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാർത്തിക തിരുനാളിൽ ഓരോരുത്തരും എന്നാ പറയുന്നു, ഇന്ന് അവൻ എന്നാ പിന്നെ തീർന്നു, ഇന്നതിന്റെ അന്ത്യമാ, എന്നാ പിന്നെ അന്ത്യമാ. നീ എന്നാ പറയുന്നു അവിടെ നിന്ന് അപ്പം പറയാ, ഇന്നാണ് ഇന്ന്, ഇപ്പോഴാണ് ഇപ്പം.
തീരുക എന്ന് പറഞ്ഞാൽ തീരുക. ഇന്ന് ചില കെട്ടുകൾ പൊട്ടുക എന്ന് നിന്റെ വാ തുറന്ന് പറയുമ്പോൾ അതിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. നിന്റെ വാക്കുകൾ ചലിപ്പിക്കുന്നതാ വിട്ടുകൊടുക്കരുത്. ആ വാക്ക് ഫിലിസ്തീൻ വാക്കുകൊണ്ട് പോര് തുടങ്ങി, ദാവീദ് വാക്കുകൊണ്ട് പോര് അവസാനിപ്പിച്ചു. ബ്രദർ, ഇതെല്ലാം വാക്കല്ല. നമ്മളൊരു വിവാഹം എങ്ങനെയാ ഉറപ്പിക്കുന്നത്? പറ. വാക്കാലാണ് ഉറപ്പിക്കുന്നത് അല്ലേ? ലഡുവും ജിലേബിയും ഒക്കെ തിന്നും, പക്ഷെ തിന്നതിലല്ല ഉറച്ചത്. വാക്കാല ഉറപ്പിക്കുന്നത്. സ്വർഗവും നരകവും വാക്കാല കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്. നിന്റെ വാക്ക് അവസാനത്തെ വാക്കാണെങ്കിൽ എടാ, നീ എന്നെ തൊടാൻ വരുന്നിടം വരെ എന്റെ അപ്പന്റെ കൈ എന്നെ പൂ പറിച്ചോണ്ടിരിക്കുമെന്ന് ചോദിക്കണം. പ്രശ്നത്തെ നോക്കിട്ട് പറ, നീ എന്നെ മിഴുങ്ങുന്നിടത്തോളം സമയം എന്റെ അപ്പന്റെ കൈ പൂ പറിക്കാൻ പോകത്തില്ലടാ. എന്നെ വിടുവിക്കാൻ അവൻ ക്രൂശിൽ വില കൊടുത്തത്. എന്നെ വിടുവിക്കാനായിട്ട് അവൻ തന്റെ ജീവൻ വരെ കൊടുത്തത്. ഏതറ്റവും അവൻ പോകും. ഇന്ന് പകൽ ദൈവ പൈതലെ നിന്നോട് ഞാൻ പ്രവചിച്ചു പറയാം, നീ ഒരൊറ്റയാൾക്ക് വേണ്ടി അവൻ ഏതറ്റവും പോകും. നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഏതറ്റവും അവൻ ചെല്ലും, ഏതറ്റവും അവൻ പ്രവർത്തിക്കും. ആമേൻ. കൈയെടുത്ത് പറ, നിങ്ങളെ പിടിച്ചോണ്ട് പോകുന്നിടം വരെ അവന്റെ കൈ പൂ പറിക്കാൻ പോകത്തില്ലെന്ന് പറ. പിന്നെ തൊട്ട് കളിക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഭൂതം പോലെയൊക്കെ കാണിക്കും. ധൈര്യമായിട്ട് പറഞ്ഞോ, കൈയെടുത്ത് പറ, ധൈര്യമായിട്ട് പറയാതെ, ഗോലിയാത്തിന്റെ സൈസ് പറയാതെ, അപ്പനെന്നെ ചെയ്യുമെന്ന് പറ. മഹാവീരനായ അവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് പറ, എന്റെ അപ്പൻ മഹാവീരനായി. ശബ്ദം ഉയർത്തി പറ, മഹാവീരനായി. എനിക്കറിയാമോ, അത് പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നടക്കും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇന്ന് പകൽ സ്വർഗത്തോട് പറഞ്ഞേ, എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ എന്തിനെങ്കിലും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ ഇന്ന് പകൽ അതിനെ ക്യാൻസൽ ചെയ്യാം. പറ, എന്റെ വാക്കുകൾ കൊണ്ട് അബദ്ധത്തിൽ ഞാൻ എനിക്കെതിരെ എന്തെങ്കിലും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ അതിനെ എല്ലാം ക്യാൻസൽ ചെയ്യാം. ഇത് പകൽ എനിക്കറിയാം, ഇവിടെ എന്തോ ചിലത് സംഭവിക്കും. നിങ്ങൾ നോക്കിക്കോണം, തടസ്സമായി നിൽക്കുന്നത് കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. ബന്ധന ഇന്ന് പകൽ അഴിയുക. ഇന്ന് പകല് ഈ ചില ഗോലിയാത്തുണ്ടല്ലോ, നിന്റെ അടുത്ത് നിന്ന് ഒന്നും കൊണ്ടുപോകാനല്ല വന്നിരിക്കുന്നത്, നിനക്ക് ചിലത് തരാനാ വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. നിന്റെ ഓഫീസിൽ ചിലത് നിന്റെ അടുത്ത് നിന്ന് ചിലത് കൊണ്ടുപോകുമെന്ന് തോന്നില്ലേ? നിന്റെ മിനിസ്ട്രിയിൽ നിന്ന്, നിന്റെ ശുശ്രൂഷയിൽ നിന്ന്, നിന്റെ കുടുംബജീവിതത്തിൽ നിന്ന്, കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകത്തില്ല. നിനക്ക് ചിലത് കൊടുത്തിട്ട് പോകാൻ വന്നിരിക്കുക. കൈയെടുത്ത് പറ, ബ്രദറിന്റെ ജീവിതത്തിലെ ചില ഗോലിയാത്തുമാര് ചിലത് ബ്രദറിന്റെ കുരിയറുമായിട്ട് വന്നിരിക്കുക, കൊടുത്തിട്ട് പോകാൻ വന്നിരിക്കുക. ബ്രദറിന്റെ അടുക്കൽ നിന്ന് ഒരു മൊട്ട് സൂചി പോലും പോകത്തില്ല. 1-2 പേർക്ക് കൈ കൊടുത്തു വിശ്വാസത്തിന്റെ വാക്കൊന്ന് പറഞ്ഞേ. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആള് വിശ്വാസത്തിൽ ക്ഷീണിച്ചായിരിക്കുന്നത്. ആ വ്യക്തിയോടൊന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ബ്രദർ പേടിക്കേണ്ട, അപ്പം ബ്രദറിന്റെ കൂടെയുണ്ട്, മഹാവീരനായി കൂടെയുണ്ട്, സിസ്റ്ററിന്റെ കൂടെയുണ്ട്. ഒന്നും സംഭവിക്കത്തില്ല. ആ പ്രശ്നം ബ്രദറിന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നിനെയും കൊണ്ടുപോകത്തില്ല. എഴുന്നേറ്റ് 2-3 പേർക്കൊക്കെ നടന്നു കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ അപ്പായെ സ്തുതിക്കുക. എന്താണെന്നറിയാവോ, ആത്മമണ്ഡലത്തിൽ അങ്ങനെയൊക്കെ കൈകളൊക്കെ കൊടുത്ത് എഴുന്നേറ്റ് നടന്ന് സംസാരിച്ച് കാലുകളൊക്കെ ഒന്ന് ചലിപ്പിക്കുമ്പോൾ ആത്മമണ്ഡലം ചലിക്കും. ഒരാള് മൂവ് ചെയ്യുമ്പോൾ തന്നെ ആത്മമണ്ഡലം മൂവ് ആകുന്നുള്ളൂ. 1-2 പേർക്ക് കൈ കൊടുത്ത് പറ, ബ്രദറിന്റെ കൂടെ അപ്പൻ മഹാവീരനായി കൂടെ ഉണ്ട്, ഒരു രോമത്തെ പോലും തൊടാൻ സമ്മതിക്കുന്നില്ല. പറ. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരിക്കും, പക്ഷെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് വിശ്വാസത്തിന്റെ ഒരു വാക്കൊന്ന് കൊടുത്തു നോക്കിയേ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം വാരിക്കോരി സ്വർഗം ഒഴിക്കും. ആമേൻ. Don't worry. Nothing will happen to you. ഇന്ന് പകൽ ദൈവദാസനായി ഞാൻ നിങ്ങൾ പറയാം, ഒന്നും സംഭവിക്കത്തില്ല.
പിന്നെ നിങ്ങളെ പിടിച്ചോണ്ട് പോകുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് എനിക്കത് അപ്പൻ തന്നെ. എടാ, നിന്റെ പിടിച്ചോണ്ട് പോകുന്നിടത്തോളം ഞാൻ എന്റെ കൈ എന്നെ പൂ പറിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഉദയംപുരാറുണ്ടോ? ഉദയംപുരാറിന്റെ മക്കളെ എല്ലാവരും പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഉദയംപുരാറിന്റെ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുക. പോളെ, ഇദ്ദേഹം വിടത്തില്ലെങ്കിൽ അദ്ദേഹം വിടുവോ? ഗോലിയാത്തിനെ നോക്കിയിട്ട് പറ, എടാ നീ എന്നെ പിടിക്കുന്നിടത്തോളം കാലം എന്റെ അപ്പൻ എന്നെ പൂ പറിച്ചോണ്ടിരിക്കുവോ? നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ലെന്ന് മാത്രമല്ല, ഇന്ന് നിന്റെ അന്ത്യ. ദാവീദ് അന്ത്യം കുറിച്ചൊക്കെ ഇന്ന് പകൽ ദൈവ പൈതലെ നീയാ നിന്റെ ഗോലിയാത്തിന്റെ അന്ത്യം കുറിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് 40 ദിവസം കൂടെ വാഴണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുത്തോ, എനിക്ക് കുഴപ്പമില്ല. കൈ കൊടുത്തു പറ, ആർക്ക് 40 വെച്ചാലും ഗോലിയാത്തിന് 40 വെക്കരുതെന്ന് പറ. 3-ന്റെ അന്ന്, 10-ന്റെ അന്ന്, 40-ന്റെ അന്ന് ഇന്നോടെ തീർന്നു. കൈ കൊടുത്തു പറ, ഇന്നോടെ തീർന്നു. പിന്നെ ഇനി 3-ന്റെ അന്നുണ്ടോ 10-ന്റെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് വരരുത്. ഗോലിയാത്തിന്റെ കാര്യത്തിൽ ഇന്നോടെ എല്ലാം തീർന്നു. ഓ രാജാതിരാജനും കർത്താതി കർത്തനും ദേവാതി ദേവരുമേ, രാജാതിരാജനും കർത്താതി കർത്തനും ദേവാതി ദേവരുമേ, യേശുവേ 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 യേശുവേ. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിതച്ചിരിക്കുന്ന ദൈവവചനം, എനിക്കറിയാം അത് വെറുതെ തിരികെ വരത്തില്ല എന്ന്. ഇന്ന് പകൽ എനിക്കറിയാം അപ്പ, സഭ ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്ന പകലായിരുന്നു. എനിക്കറിയാം ഇന്ന് പകൽ അപ്പ അങ്ങ് സന്ദർശിക്കുന്ന പകലായിരുന്നു എന്നറിയാം. ഇന്ന് പകൽ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എന്ന് നൽകിയിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പറയുക, വെളിനാട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം ഒത്തിരി ഉണ്ടായിട്ടും അതൊന്നും നടക്കാതെ അത് കൈവെടിഞ്ഞ ചിലരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, അതിശയകരമായി നിനക്ക് വേണ്ടി വാതിലുകൾ തുറന്ന് നിന്റെ അടുക്കലേക്ക് ക്ഷണക്കത്തുകൾ വരാൻ പോകുകയാണ്. നിന്റെ അടുത്തോട്ട് ക്ഷണക്കത്ത് വരൂ. പിതാവേ, ഇന്ന് പകൽ അടഞ്ഞിരുന്ന വാതിലുകളെ അങ്ങ് തുറന്നിരിക്കുക സ്തോത്രം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുക സ്തോത്രം. ബന്ധനസ്ഥരെ അങ്ങ് വിടുവിച്ചിരിക്കുക സ്തോത്രം. സമാധാനത്താൽ, സന്തോഷത്താൽ, സ്വസ്ഥതയാൽ നിറച്ചിരിക്കുക സ്തോത്രം. മഹത്വം ഞങ്ങൾ അങ്ങ് കരറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ ആമേൻ. പറഞ്ഞേ, ഇന്ന് എന്റെ ജയത്തിന്റെ ദിവസം. ഇവിടെ നമ്മളെ അപ്പം കൊണ്ടുവന്ന് നിർത്തി എന്ന് പറയുന്നത് തന്നെ ഒരു ജയമാണ്. ആമേൻ ആമേൻ. എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ മാനിക്കൂ എന്ന് പറഞ്ഞതുപോലെ സഭ എവിടുന്ന് അയക്കപ്പെട്ടോ അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ എവിടെ ത്യജിച്ചോ, നിന്നെ എവിടെ നിരസിച്ചോ അവിടേക്ക് തന്നെ വാതിലുകൾ തുറക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതൊരു ദൂതായിട്ടാണ് പറയുന്നത്. ആമേൻ.